ജൂൺ 2024 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് പാർട്ട് എക്കകത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ തിയറി പാർട്ടിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇനി അതിൻ്റെ അകത്ത് പാർട്ട് എയുടെ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇനി 4 ലിങ്ക് കൈനമാറ്റിക് ചെയിൻ വിത്ത് ഡയമെൻഷൻ AD ഫിക്സഡ് 9 mm, AB 7 mm, BC 5 mm ആൻഡ് DC 10 mm ഇൻഡിക്കേറ്റ് ദ ടൈപ്പ് ഓഫ് മെക്കാനിസം ഒബ്റ്റെയിൻഡ് എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. അത് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൻ്റെ പ്രോബ്ലമാറ്റിക് ആ ഒരു സെക്ഷൻ പഠിക്കുന്ന സമയത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം DOF എന്ന് പറയുന്ന സാധനം വന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കുമ്പം 0 വരുവാണെങ്കിൽ അതൊരു മെക്കാനിസമാണ്. 0 വരുവാണെങ്കിൽ അതൊരു മെക്കാനിസം എന്ന് പറയും. 1 വരുവാണെങ്കിൽ അതിനെ ഒരു സ്ട്രക്ചർ എന്ന് പറയും. അതേ -1 വരുവാണെങ്കിൽ അതിനെ നമ്മൾ സൂപ്പർ സ്ട്രക്ചർ എന്ന് നമ്മൾ പറയും. ഓക്കെ, 1 വന്ന സ്ട്രക്ചർ, 0 വന്ന മെക്കാനിസം, -1 വന്ന സൂപ്പർ സ്ട്രക്ചർ, ആ ഒരു രീതിയിൽ പറയും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് എ 4 ലിങ്ക് മെക്കാനിസം ഹൂസ് ഓൾ ജോയിൻസ് ആർ റെവല്യൂട്ട് ആൻഡ് 1 ലിങ്ക് ഇസ് ഫിക്സ്ഡ്. റെവല്യൂട്ട് എന്ന് പറഞ്ഞാൽ മൂവബിൾ ജോയിന്റ് എന്നാണ്, ഫിക്സഡ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് ലിങ്ക്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 × n-1 -2j -h 0 ആണ്. ജെ നമ്പർ ഓഫ് ജോയിന്റ് എത്ര വരും അതിൻ്റെ അകത്ത്? 4 ലിങ്കിൻ്റെ അകത്ത് നമ്പർ ഓഫ് ജോയിൻസ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4 ജോയിന്റ് വരും. ലിങ്ക് എത്ര വരും? 1, 2, 3, 4 തന്നെ വരും. ഓക്കെ, H 0 ആയിരിക്കും. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാമല്ലോ. ശരി, ഇനിവേ പാർട്ട് എല്ലാം നമ്മൾ തിയറിക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് പാർട്ട് ബിയിലേക്ക് പോകാം. ഏറ്റവും താഴെ നിന്ന് വരാം, 5th മോഡ്യൂളിൽ നിന്ന് വരാം. ഓക്കെ, ഇപ്പോൾ 5th മോഡ്യൂളിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന റൊട്ടേറ്റിംഗ് മാസിൽ നിന്നും ചോദിക്കും, റെസിപ്രോക്കേറ്റിംഗ് മാസിൽ നിന്നും ചോദിക്കും. അതുപോലെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം റെസിപ്രോക്കേറ്റിംഗ് മാസിൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്നതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ദ എഫക്ട്സ് ഓഫ് പാർഷ്യൽ ബാലൻസിങ് ഓഫ് ലോക്കോമോട്ടീവ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യമുണ്ട്, തിയറി ചോദ്യം, 10 മാർക്കിന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ തിയറി പാർട്ടിൽ ഡിസ്കസ് ചെയ്തതാണ്. അതിനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ 10 മാർക്ക് ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച ടോപ്പിക്ക്, അതായത് റൊട്ടേറ്റിംഗ് മാസിലെ നമ്മൾ നോക്കിയത്. അപ്പോൾ അതിൻ്റെ അകത്ത് 19A-യും 19B-യും 19B നമ്മൾ തിയറി പാർട്ടിനകത്ത് ഡിസ്കസ് ചെയ്തു. 19A ചെയ്യുന്നതും നമ്മൾ ഇതിൻ്റെ ഡെമോ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതൊന്ന് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ നോക്കുന്നത് ജൂൺ 24 നോക്കുന്നത്. ഓക്കെ, 5th മോഡ്യൂളിൽ തുടങ്ങാം. 5th മോഡ്യൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച ടോപ്പിക്ക് റൊട്ടേറ്റിംഗ് മാസ്. അതിനകത്ത് 19A 19B നമ്മൾ തിയറി പാർട്ടിൻ്റെ അകത്ത് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ചോദ്യം എന്താണ്? A, B, C and D are 4 masses carried by a rotating shaft with a radius 100, 125, 200 and 150 mm. ഓക്കെ, അപ്പോൾ നമുക്കതിനെ റഫായിട്ടൊന്ന് വരയ്ക്കാം. 4 masses അല്ലേ? ഏതൊക്കെയാണ്? A, B, C and D are 4 masses of rotating 100, 100, 125, 200, 150 എല്ലാം MM-ലാണ്. ഓക്കെ, ഇതെല്ലാം MM-ലാണ്. ശരി, the planes in which the masses revolve are spaced 600 mm apart. ഓരോന്നും 600 mm വെച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം 600 mm വെച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ട്. BCD എന്ന് പറയുന്നത് ബിൻ്റെ 10 kg, സിൻ്റെ 5 kg, ഡിൻ്റെ 4 kg ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ റിക്വയർഡ് മാസ് എ. അപ്പം മാസ് ഓഫ് എ കണ്ടുപിടിക്കണം. ഓക്കെ, മാസ് ഓഫ് എ കണ്ടുപിടിക്കണം. പിന്നെന്താ കണ്ടുപിടിക്കണ്ടേ? and the relative angle setting of the 4 masses so that the shaft shall be in complete balance. അതായത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കണം. അതിനർത്ഥം എന്തുവാണെന്നാണ്? ഇതിൻ്റെ അത് സ്പേസ് ഡയഗ്രാം ഇല്ല. സ്പേസ് ഡയഗ്രാം ഇല്ലാതെ നമ്മൾ ആംഗിളും കണ്ടുപിടിക്കണം, മാസും കണ്ടുപിടിക്കണം. ഓക്കെ, പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു, എന്താണ്ട് ഒരു മിസ്റ്റേക്ക് ഉള്ള ക്വസ്റ്റ്യൻ പോലെ ആയിരുന്നു. ഓക്കെ, എനിവേ ഇത് നമുക്ക് പഠിച്ച രീതിയിൽ നമ്മളൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. നമുക്ക് എന്താണ് മാസ് കണ്ടുപിടിക്കണം, ഇത് തമ്മിലുള്ള ആംഗിൾ സെറ്റിങ്ങും കണ്ടുപിടിക്കണം. നമ്മളെപ്പോഴും അൺനോൺ മാസിനെയാണ് എന്തായിട്ട് എടുക്കുന്നത്? അൺനോൺ മാസിനെയാണ് റിഫറൻസ് ആയിട്ട് എടുക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് അപ്പം റിഫറൻസ് പ്ലെയിൻ ഏതായിരിക്കും? എ എന്ന് പറയുന്നതായിരിക്കും മിക്കപ്പോഴും റിഫറൻസ് പ്ലെയിൻ ആയിട്ട് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ശരി, നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ബോക്സ് വരയ്ക്കുന്നു. ബോക്സ് എന്തൊക്കെയാ? പ്ലെയിൻസ്. ഓക്കെ, മാസ് കിലോഗ്രാം, റേഡിയസ് എത്രയാണ്? മീറ്റർ. ഓക്കെ, പിന്നെ FC/ω², അതായത് കിലോഗ്രാം മീറ്റർ. ഓക്കെ,
പിന്നെ ലെങ്ത്ത് എന്തോന്ന് മീറ്റർ, പിന്നെ കപ്പിൾ എത്രയാണ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ. ഇത്ര ഓക്കെ അല്ലേ? ഏതൊക്കെ പ്ലെയിൻസ് ആണുള്ളത്? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. ഓക്കെ, അപ്പം എനെയാണ് നമ്മൾ റെഫറൻസ് പ്ലെയിൻ ആയിട്ട് എടുക്കുന്നത്, കാരണം അതാണ് അൺനോൺ മാസ്. അപ്പോൾ റെഫറൻസ് പ്ലെയിൻ ആയിട്ട് ഇതിനെ എടുത്തു. ശരി, അപ്പം എത്രയാണിത് ഇതിൻ്റെ അറിയത്തില്ല, അപ്പം എം എ എന്ന് കൊടുത്തു. ഓക്കെ, റേഡിയസ് ഇത് ഇതിൻ്റെ റേഡിയസ് 100 mm. 100 mm എന്ന് പറയുമ്പം എം എമ്മിനെ മീറ്ററിലേക്ക് ആക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ 1000 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 1 2 3 അപ്പം 0.1 എന്ന് പറഞ്ഞ് വരും. 0.1 എന്ന് പറഞ്ഞ് വരും. ഓക്കെ, ഇനി ബീൻ്റെയോ 10 kg ആണ്. അപ്പം 1 2 3 0.125 എന്ന് പറഞ്ഞ് വരും. ഓക്കെ, ഇതിൻ്റെ 5 എത്ര വരും? എം എം 0.2 എന്ന് പറഞ്ഞ് വരും. ഓക്കെ, ഇതിൻ്റെ 4 kg 0.15 എന്ന് പറഞ്ഞ് വരും. ഓക്കെ, എന്നിട്ട് ഇതും കൂടെ ഗുണിച്ചെഴുതുമ്പോൾ ഇത് 0.1 MA. ഓക്കെ, ഇതും കൂടെ ഗുണിക്കുമ്പോൾ 1.25. ഓക്കെ, ഇനി 5 × 0.2 ചെയ്യുമ്പോൾ 1, 4 × 0.15 ചെയ്യുമ്പോൾ 0.6. ഓക്കെ, അപ്പം അത്രയും കിട്ടി. ഇനിയിപ്പം ലെങ്ത്ത് നമ്മൾ എന്തെന്ന് നമ്മളാദ്യം പറഞ്ഞു, നമ്മൾ റെഫറൻസ് പ്ലെയിൻ അടിസ്ഥാനമായിട്ടല്ലേ ലെങ്ത്ത് എഴുതേണ്ടത്. അപ്പോൾ അതെങ്ങനെ എഴുതും? ഇത് എ, ഇതിൻ്റേത് 0, ബി, സി, ഡി. ഓക്കെ, അപ്പം റെഫറൻസ് പ്ലെയിനിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 0. ഇത് ഓരോന്ന് 600 mm ആണ്. ഓരോന്ന് 600 mm ആണ് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്. mm എപ്പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ളത് 600 mm. ഓക്കെ, എയിൽ നിന്ന് സിയിലേക്കുള്ളത് 600 + 600 1200 mm. ഓക്കെ, എയിൽ നിന്ന് ഡിയിലേക്കുള്ളത് 600 600 600 അല്ലെങ്കിൽ 1200 + 600 അപ്പം 1800 mm. ഓക്കെ, ശരി. അപ്പോൾ ഇനിയിപ്പോൾ എഴുതാൻ നേരത്ത് എയിൽ നിന്ന് റെഫറൻസ് പ്ലെയിനിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം 600 mm. അപ്പം 0.6. 1200 mm എന്ന് പറയുമ്പം 1.2. ഓക്കെ, ഇതിപ്പം ഡി വരെ 1.8. അത്ര ഓക്കെ അല്ലേ? ഇനി ഇതും കൂടെ ഗുണിച്ചെഴുതുക. ഇതും കൂടെ ഗുണിക്കുമ്പോൾ ഇത് 0 ആയിപ്പോവും. പിന്നെ അടുത്തത് ബീൻ്റെ ഗുണിക്കുമ്പം 1.25 × 0.6 ചെയ്യുമ്പോൾ എത്ര വരും? 0.75 വരും. ഓക്കെ, 1 × 1.2 1.2 തന്നെ. 1.8 × 0.6 എന്ന് പറഞ്ഞാൽ എത്ര വരും? 1.08 എന്ന് പറഞ്ഞ് വരും. അപ്പം നമുക്ക് ഇത് 0, ഇത് 0.75, ഇത് 1.2, ഇത് 1.08 അങ്ങനെ പറഞ്ഞ വാല്യൂസ് കിട്ടി. അപ്പോൾ കപ്പിളും ഫോഴ്സും ഈ 2 ബോക്സാണ് നമ്മൾ എടുത്തു വെച്ച് വരയ്ക്കാൻ പോകുന്നത്. ശരി, ഇനിയിപ്പം നമുക്കിപ്പോൾ എന്താണ് വേണ്ടത്? ഒരു അൺനോൺ മാസേ ഉള്ളൂ നമുക്ക് ആക്ച്വലി. അപ്പോൾ അത് വെച്ച് കണ്ടുപിടിക്കാം. പക്ഷെ അത് വെച്ച് കണ്ടുപിടിക്കാൻ നമ്മൾ എങ്ങനെ വരയ്ക്കേണ്ടതെന്നുള്ളത് അറിയത്തില്ല നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കപ്പിളിൻ്റെ ബോക്സ് ഉപയോഗിക്കുന്നത്. സ്പേസ് ഡയഗ്രാം വരയ്ക്കാനാണ് നമ്മൾ കപ്പിളിൻ്റെ ബോക്സ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. ഞാൻ അതൊക്കെ ഡെമോ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. ഓക്കെ, അപ്പം ഞാൻ ആദ്യം സ്പേസ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് അതിന് മുന്നേ അസ്യൂമിങ് പ്ലെയിൻ ബി അസ് ഹോറിസോണ്ടൽ എന്ന് പറഞ്ഞ് കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ ഒരു വാല്യൂ എടുത്ത് ഇവിടെ വരയ്ക്കണം. ഓക്കെ, അപ്പം ഞാനത് സ്കെയിൽ ചെയ്യണമല്ലോ. അപ്പം സ്കെയിൽ ഓക്കെ, 1 cm = എത്ര കൊടുക്കാം? 0.75 എങ്ങനെ എടുക്കാം? എത്ര കൊണ്ട് ചെയ്യാം? 0.75 ÷ 0.1 ചെയ്താൽ എത്ര വരും? 7.5 വരും. ഭയങ്കര വലുതായിട്ടിരിക്കും. അപ്പോൾ 0.2 അടിച്ച് നോക്കിയാലോ? 0.75 ÷ 0.2 അടിച്ച് നോക്കിയാലോ എത്ര വരും? 3.75 എന്ന് പറഞ്ഞ് വരുന്നു. അത് ഓക്കെ ആണോ? ബാക്കിയുള്ള വാല്യൂസും കൂടെ ചെറുതായിട്ടൊന്ന് അടിച്ച് നോക്കാം. ഓക്കെ, 1.26 വരുന്നു. 1.08 കൂടെ നോക്കാം. 1.08 5.4 വരുന്നു. ഏതാണ്ട് ഓക്കെ ആണ്. അപ്പം നമുക്ക് 0.2 kg/m² എന്നുള്ള രീതിയിൽ തന്നെ എടുക്കാം. ശരി, അപ്പം സ്കെയിൽ എടുത്തല്ലോ. ഇനിയിപ്പോൾ നമുക്ക് വരയ്ക്കാം അല്ലേ? അപ്പം ആദ്യം നമ്മൾ എടുക്കുന്നത് ബി അല്ലേ? ബി എത്രയാണ്? 0.75 ÷ 0.2 ചെയ്യാൻ നേരത്ത് 3.75 വരും. അപ്പം നമ്മൾ ടേക്കിംഗ് ബി എസ് ഹോറിസോണ്ടൽ എന്ന് പറഞ്ഞു. അപ്പം ഇത് പ്ലസ് അല്ലേ? അപ്പം ഒരു പോയിന്റ് എടുത്തിട്ട് പോയിന്റിൽ നിന്ന് റൈറ്റിലേക്ക്. ഇതാണ് ഞാനിപ്പോൾ ഒരു പോയിന്റ് എടുത്തിരിക്കുന്നത്. ഈ പോയിന്റിൽ നിന്ന് ഞാൻ ഹോറിസോണ്ടലായിട്ട്
പ്ലെയിൻ ബീനെ എടുത്തു. എത്രയാണ് വന്നിരിക്കുന്നത്? 3.75. അപ്പം 3.75 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. അപ്പം കിട്ടി. ഇപ്പം ഇതിനെ ഞാൻ O ആയിട്ട് എടുത്തെന്ന് വിചാരിക്കുക. ഈ എടുത്തത് ബീനെ റെപ്രസെൻ്റ് ചെയ്ത് വരച്ചതല്ലേ, ഇതിനെ ഞാൻ B' എന്നുള്ള രീതിയിൽ എടുത്തു. ഓക്കെ. ഇനിയിപ്പം ഞാൻ എടുക്കേണ്ടത് സീനെ റെപ്രസെൻ്റ് ചെയ്ത് 1.2 എടുക്കണം. 1.2 സ്കെയിൽ ചെയ്ത് എടുക്കുമ്പം 1.2 എടുക്കുമ്പം 6 എന്ന് പറഞ്ഞു വരും. അപ്പം ഞാൻ 6നെ കോമ്പസിലെടുത്തുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഒരു ആർക്ക് കൊടുത്തു. ഇതെന്തോന്നാണല്ലോ ഞാൻ കൊടുത്തിരിക്കുന്നത്? ഇത് C' അല്ലേ? സീനെ റെപ്രസെൻ്റ് ചെയ്ത് വരച്ച് C' ആയിട്ട് കൊടുത്തു. ഓക്കെ. അപ്പം ഇവിടെ എവിടെയോ ഉണ്ട്, ഈ ഒരു ആർക്കിൽ എവിടെയോ ഉണ്ട് C'. ഓക്കെ. ഇനിയിപ്പോൾ അടുത്തത് D അല്ലേ ഇനിയിപ്പോൾ മിച്ചമുള്ളത്? വേറെ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പം ഇതിനെ ഇനിയിപ്പോൾ നോക്കണം. അപ്പോൾ സ്കെയിൽ ചെയ്യാം. 1.08 ഡിവൈഡ് ബൈ 0.2 ചെയ്യാൻ നേരത്ത് 5.4 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ 5.4നെ കോമ്പസിലെടുത്തുകൊണ്ട് 5.4നെ കോമ്പസിലെടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് പോയിന്റ് ചെയ്തു. ഇപ്പോൾ ഈ സൈഡിൽ വരച്ചതാണ് എന്തോന്ന്? D'. അപ്പോൾ അത്ര ഓക്കെ അല്ലേ? അപ്പം ഇതും കൂടെ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ്. അപ്പോൾ പോയിന്റ് കിട്ടി. ഇനി ഇത് വെച്ചിട്ട് വരച്ചു. അതുപോലെ തന്നെ ഇപ്പുറത്തെ വശവും കൂടെ കുട്ടി വരച്ചു. അപ്പം ഇത് C' എന്ന് കിട്ടി, ഇത് D' എന്ന് കിട്ടി, ഇത് B' എന്നും കിട്ടി. ഓക്കെ. ഇനിയിപ്പോൾ സ്പേസ് ഡയഗ്രം നമുക്ക് എടുത്ത് വരയ്ക്കാം. ഇതായിരിക്കും അതിൻ്റെ ഓരോന്നിൻ്റെയും റെസ്പെക്റ്റീവ് ആംഗിൾ. ഓക്കെ, ശരി. അപ്പം സ്പേസ് ഡയഗ്രം ഞാൻ ഇതിൽ തന്നെ വരയ്ക്കുക. ഓക്കെ, ശരി. ഇതിപ്പം അടുത്ത ക്യാൻവാസ് ഇവിടെ വിചാരിച്ചുകൊണ്ട് ഇവിടെ വരയ്ക്കും. സ്പേസ് ഡയഗ്രത്തിന് സ്കെയിലിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല, ജസ്റ്റ് എടുത്ത് വരച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു പോയിന്റ് ഇട്ടു. ഇതാണ് ആ പോയിന്റ് എന്ന് പറഞ്ഞൊരു സെൻറ്റർ പോയിന്റ് ഇട്ടു. അതിന് നമ്മൾ O എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, ഒരു പോയിന്റ് ഇട്ടു, അതിന് O എന്ന് പേര് കൊടുത്തു. എന്നിട്ട് നമ്മൾ ബീനെ എടുത്തില്ലേ, അതേ ആംഗിളിന് ഇങ്ങനെ എടുക്കുക. കറക്റ്റ് പാരൽ എടുക്കുക. B' പാരൽ എടുക്കുക. B' എന്ന് പറഞ്ഞാൽ ഇതാണ് B'. B' പാരൽ എടുത്തു. ഈ പോയിന്റ് വെച്ചിട്ട് B' പാരൽ കൊടുത്തു. ആരെയും ഇങ്ങോട്ട് ഇങ്ങനെ കൊടുക്കുക. B എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ. ഇനിയിപ്പോൾ അടുത്ത C' പാരൽ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, C' പാരൽ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് സെൻറ്ററിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതാണ് എന്തോന്ന്? സീൻ്റെ ആംഗിൾ. ഓക്കെ. ഇനിയിപ്പോൾ D' പാരൽ വെച്ചിട്ട് സെൻറ്ററിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് താഴോട്ട് കൊടുക്കുക. ഇതാണ് എന്തോന്ന്? Dയുടെ ആംഗിൾ. ഓക്കെ. അപ്പോൾ BC. അപ്പോൾ സ്പേസ് ഡയഗ്രാം കിട്ടിയേ. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് എവിടെയോ ആണ് എന്തുള്ളത്? A ഉള്ളത്. അപ്പോൾ Aക്ക് ഒരു മാസമുണ്ട്, Aക്ക് ഒരു ആംഗിളും ഉണ്ട്. അപ്പോൾ അതാണ് ഇനിയിപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ശരി. ഇനിയിപ്പോൾ എന്തോന്ന് ചെയ്യാം? ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ടേബിളിൻ്റെ ജോലി കഴിഞ്ഞു. ഇനിയിപ്പം ഫോഴ്സിൻ്റെ ടേബിൾ വെച്ചിട്ട് നമ്മൾ വരച്ച് കഴിയുമ്പോഴത്തേക്കും ബാലൻസ് വരുന്ന ഇത് വെച്ച് നമുക്ക് മാസം കണ്ടുപിടിച്ചൂടെ? അത്രേ ഉള്ളൂ ചോദ്യം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത വരയ്ക്കുന്നത് ഞാൻ ഇവിടെ ആയിട്ട് വരയ്ക്കുവാണേ. ഫോഴ്സ് പോളിഗൺ എന്ന് പറഞ്ഞ് വരച്ചു. സ്കെയിൽ ചെയ്യണ്ടേ? സ്കെയിൽ ചെയ്യണം. സ്കെയിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എത്രയായിട്ട് എടുക്കാം? ഇവിടെ ഞാൻ പറയാം 1.25 ഡിവൈഡഡ് ബൈ 0.1 ചെയ്താൽ 12.5 എന്ന് പറഞ്ഞ് വരും. 0.2 നോക്കാം. 6.25. ഓക്കെ ആണോ? 5 പിന്നെ 0.6 കൂടെ നോക്കാം. 3. ഓക്കെ ആണ്. അപ്പം ഞാൻ ആദ്യം 1.25 ഡിവൈഡഡ് ബൈ 0.2. അപ്പോൾ ഞാൻ 0.2നെ എന്തോന്നായിട്ട് എടുത്തു? സ്കെയിലായിട്ട് എടുത്തു. എത്രയാണ്? ഫോഴ്സ് പോളിഗൺ എന്ന് പറയുമ്പോൾ കിലോഗ്രാം മീറ്റർ. ഓക്കെ, കിലോഗ്രാം മീറ്റർ. അപ്പം 1.25 ഡിവൈഡഡ് ബൈ 0.2 ചെയ്തപ്പം 6.25 ആണ് ഞാൻ സ്കെയിൽ എടുക്കേണ്ടത്. ഓക്കെ. അപ്പം ഞാൻ എന്തോന്ന് ചെയ്തു? ഒരു പോയിന്റ് വെച്ചു. എന്നിട്ട് ബി അല്ലേ നമ്മൾ വരയ്ക്കുന്നത്? കാണാമോ? B ആണ് വരയ്ക്കുന്നത്. 0.75. അപ്പം 1.25. അപ്പോൾ അതിൻ്റെ എടുത്തിട്ട് ഓക്കെ 1.25 എടുത്തിട്ട് 0.2 കൊണ്ട് സ്കെയിൽ ചെയ്തപ്പോൾ എനിക്ക് കിട്ടി 6.25 എന്ന് പറഞ്ഞ് കിട്ടി.
അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ട് ഏതാണ് ഡയറക്ഷൻ, ഇങ്ങോട്ടേക്കാണ് ഡയറക്ഷൻ, 6.25 ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. ഓക്കെ, 6.25 എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരും. ഇതാണ് എന്തോന്ന്, ഇത് O, ഇതാണ് എന്തോന്ന് FCB. ഓക്കെ, ഇനിയിപ്പോൾ ഈ പോയിന്റ് വെച്ചിട്ടാണ് ഇനി അടുത്ത വരയ്ക്കേണ്ടത്. അടുത്ത എന്തോന്നാണ് B കഴിഞ്ഞിട്ട് ഇനി അടുത്ത എന്തോന്നാണ് C എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ 1 ആണ്. 1/0.2 കൊടുത്തപ്പോൾ 5 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ ഞാൻ എന്തോന്ന് ചെയ്തു, C അല്ലേ വരയ്ക്കാൻ പോകുന്നത്, സീനെ എടുത്തു. എത്രയാണ് 5 സെൻറ്റിമീറ്റർ. അപ്പം ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരച്ചു. എന്നിട്ട് 5 സെൻറ്റിമീറ്റർ സ്കെയിലിൽ അളന്നു. 5 സെൻറ്റിമീറ്റർ അളന്നു. ഇതാണ് എന്തോന്ന് FCC. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തെന്താണ്, ഇനിയിപ്പോൾ D അല്ലേ ഇനിയിപ്പോൾ മിച്ചമുള്ളത് 0.6. അപ്പോൾ 0.6 എടുക്കുക. 0.6നെ 0.2 കൊണ്ട് ചെയ്യുമ്പം എത്ര കിട്ടും, 3 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ 3 സെൻറ്റിമീറ്ററാണ് എടുക്കേണ്ടത്. ഡയറക്ഷൻ Dയുടെ ഡയറക്ഷൻ എടുക്കുക. ഇതാണ് Dയുടെ ഡയറക്ഷൻ. ഓക്കെ, അത് കറക്റ്റായിട്ട് എടുക്കുക. നേരെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചു. മണ്ടക്കോട്ടാണ് വരയ്ക്കേണ്ടത്, താഴോട്ടാണ് വരയ്ക്കേണ്ടത്, താഴോട്ട്. ഓക്കെ, താഴോട്ടാണ് വരയ്ക്കേണ്ടത്. ശരി, എത്രയാണ് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ കുത്തുക, 3 സെൻറ്റിമീറ്റർ എടുക്കുക. അപ്പോൾ ഇതാണ് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതാണ് എന്തോന്ന് FCD. ഇനി എന്തെങ്കിലും ഉണ്ടോ, ഒന്നുമില്ല. അപ്പം തുടങ്ങിയ സ്ഥലത്തു നിന്നും ഒടുക്കിയ സ്ഥലത്തു നിന്നും എന്തോന്ന് ചെയ്യുന്നു, ലൈൻ ഓഫ് ആക്ഷൻ കൊടുക്കുന്നു. ആരും അങ്ങോട്ട് പോകും. ഓക്കെ, ഇങ്ങോട്ടേക്ക് പോകാമല്ലോ. ഇതിൻ്റെ പേരാണ് എന്തോന്ന് FCA. അപ്പോൾ FCAയുടെ ഇക്വേഷൻ എന്തോന്നാണ് 0.1 MA എന്നാണ്. അപ്പോൾ ഇതാണ് എന്തോന്ന് 0.1 MA. അപ്പോൾ ഇതെത്രയാണ് അളക്കാൻ നേരത്ത് എനിക്ക് കിട്ടിയത് 3.45 എന്നാണ് കിട്ടിയത്. അപ്പം 3.45 എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ എന്നിട്ട് തിരിച്ചതിനെ സ്കെയിലുമായിട്ട് ഇൻറ്റു ചെയ്യണം. അപ്പം 0.2 എന്ന് പറഞ്ഞ് സ്കെയിൽ ചെയ്യണം. അപ്പോൾ എത്ര വരും, 3.45 ഇൻറ്റു 0.2. ഓക്കെ, ഇൻറ്റു 0.2 ചെയ്യുമ്പം 0.69 എന്ന് പറഞ്ഞ് കിട്ടും. അതാണ് എന്തോന്ന് കിലോഗ്രാം മീറ്റർ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എന്തോന്ന് മനസ്സിലായി, 0.1 MA എന്ന് പറയുന്നത് 0.69 കിലോഗ്രാം മീറ്റർ ആണെന്ന് മനസ്സിലായി. അപ്പം MA എന്ന് പറയുന്നത് എത്രയാണ്, 0.69 ഡിവൈഡഡ് ബൈ 0.1. അപ്പോൾ എത്ര വരും, 6.9 എന്ന് പറഞ്ഞ് വരുമായിരിക്കും. അതെ, 6.9. അപ്പോൾ 6.9 ആണ് കിലോഗ്രാം. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിച്ചു. അപ്പോൾ മാസ് ഓഫ് എ കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ അതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കണ്ടേ. പൊസിഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്തോന്ന് ചെയ്യും, ഇതിനിങ്ങനെ കറക്റ്റ് വെച്ചെടുക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ എടുക്കേണ്ടതെന്ന്. കറക്റ്റ് ഇവിടെ ഒരു കുത്തുക, അതുപോലെ തന്നെ ഇപ്പുറം കുത്തുക. കറക്റ്റ് ആക്കിയതിന് ശേഷം മാത്രം എടുക്കുക. ഡയറക്ഷൻ എങ്ങോട്ടാണ്, ഇങ്ങോട്ടാണ്. അപ്പം സെൻറ്ററിൽ കൊണ്ട് വെച്ചിട്ട് ഇങ്ങോട്ടേക്കാണ് ഡയറക്ഷൻ. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഡയറക്ഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തോന്ന് A. ഇനിയിപ്പം നമുക്ക് എന്തോന്നാണ് ചെയ്യേണ്ടത്, ഓരോന്നിൻ്റെയും ആംഗിൾസ് അവർ ചോദിച്ചിരിക്കുന്നത് എന്തോന്നാണ് ചോദ്യത്തിൽ, ഫൈൻഡ് ദ റിക്വയർഡ് മാസ് ഓഫ് എ 6.9 കിലോഗ്രാം. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ ബാക്കി 4 മാസസിൻ്റെയും റിലേറ്റീവ് ആംഗുലർ സെറ്റിംഗ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മൾ ഓരോന്നിൻ്റെയും ബിയിൽ നിന്നുള്ളത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എടുത്ത് എഴുതാം. കുറച്ച് നീട്ടി വരയ്ക്കാം. 118 ഡിഗ്രി എന്ന് പറഞ്ഞ് ഇതിനെടുക്കാം. ഇത് എത്രയായിട്ട് എടുത്തു, ഞാൻ 118 ഡിഗ്രി ആയിട്ട് എടുത്തു. ഇനി അടുത്തത് ഇതിനെ എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കാം. എന്നിട്ട് 360 നിന്ന് മൈനസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇത് വന്നിട്ട് ഇവിടെ നിന്ന് എടുക്കുവാണെങ്കിൽ എത്ര വരും, ഇത് 100 ഡിഗ്രി വരും. ഓക്കെ, ഇത് എത്ര വരും എന്ന് വെച്ചാൽ 155 ഡിഗ്രി വരുന്നുണ്ട്. ഇത് 155 ഡിഗ്രി വരുന്നുണ്ട്. ഓക്കെ, ഇതെന്ന് പറയുന്ന സാധനം
360 മൈനസ് 118 എന്ന് പറഞ്ഞ് വരും. ഇതിൻ്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 360 മൈനസ് 118 എന്ന് പറഞ്ഞ് വരും. 360 മൈനസ് 118 എന്ന് പറഞ്ഞ് വരും. എത്ര? 242 ഡിഗ്രി എന്ന് പറഞ്ഞ് പറയാം. 242 ഡിഗ്രി എന്ന് പറഞ്ഞ് പറയാം. ഓക്കെ, ഞാനപ്പോൾ ഇങ്ങനെയാണ് എടുത്തത്, ഇങ്ങനെയാണ് ഡയറക്ഷൻ എടുത്തത്. ഓക്കെ, ശരി. അപ്പോൾ നമ്മളിങ്ങനെ എഴുതാൻ നേരത്തെ ദ ആംഗുലാർ സെറ്റിംഗ് ഓഫ് 4 masses B, D, A and C when measured from plane B in clockwise direction. ആംഗിൾ BOD എന്ന് പറയുന്നത് എത്ര വരും? 100 ഡിഗ്രി വരും. ആംഗിൾ BOA എന്ന് പറയുന്നത് എത്ര വരും? 155 ഡിഗ്രി വരും. ആംഗിൾ BOC എന്ന് പറയുന്നത് എത്ര വരും? 242 ഡിഗ്രി വരും. അപ്പോൾ ആ ഒരു രീതിയിൽ എഴുതിയേക്കുക. ഓക്കെ, അളന്നിട്ട് ഒന്നെങ്കിൽ ഇങ്ങനെ എടുത്ത് അളന്ന് എഴുതുക, അല്ലെങ്കിൽ ഇങ്ങനെ എടുത്ത് എഴുതുക. ഓക്കെ, അത്രേ ഉള്ളൂ ഈ ചോദ്യം. ഫിഫ്ത്ത് മോഡ്യൂള് മാസ് കണ്ടുപിടിക്കാനാണ്. കപ്പിൾ വെച്ചിട്ട് നമ്മളിത് വരയ്ക്കണം. അപ്പോൾ അവരതിൻ്റെ ആംഗുലർ എത്ര എന്ന് പറഞ്ഞ് കിട്ടും. അത് വെച്ച് സ്പേസ് ഡയഗ്രാം വരച്ചിട്ട് പിന്നെ ഫോഴ്സ് പോളിഗൺ വരച്ച് മിച്ചമുള്ളതിനകത്തുനിന്ന് മാസ് കണ്ടുപിടിച്ചിട്ട് ഈ ആംഗിൾസ് കറക്റ്റായിട്ട് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓരോന്നിൻ്റെ ആംഗിൾ എന്നിട്ട് മെഷർ ചെയ്ത് ജസ്റ്റ് എഴുതിയാൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ ഫോർത്ത് മോഡ്യൂളിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് 17ഉം 18ഉം. 18ൻ്റെ എ എന്ന് പറഞ്ഞ് ചോദിച്ചിരിക്കുന്നത് ഗൈറോസ്കോപ്പിക് ഫോർ വീലറിലെ ഗൈറോസ്കോപ്പിക് കപ്പിളും സെൻട്രിഫ്യൂഗൽ കപ്പിളും അതിൻ്റെയാണ്. പിന്നെ അതായത് ഗൈറോസ്കോപ്പിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആ ടോപ്പിക്കിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മൾ പാർട്ട് തിയറിക്കകത്ത് വന്നിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 10 മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. 4 വീലർ വെഹിക്കിളിൻ്റെ എഫക്റ്റ് ചോദിച്ചിട്ട്. ഓക്കെ, അതാ മറ്റേ കൊമ്പൻ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അത് 4 എണ്ണം പഠിച്ചതിനകത്ത് 4 വീലറിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അത് എഴുതിയാൽ മതി. ശരി, ഇനി നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ നിന്ന് വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് 17A. അത് വന്നിട്ട് നമ്മൾ തിയറി പാർട്ടിൻ്റെ അകത്ത് നമ്മളത് ഡിസ്കസ് ചെയ്യുന്ന ഞാൻ PDF അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് പഠിച്ചിട്ട് പോയാൽ അത് നമ്മൾ എഴുതിയിരുന്നാൽ മതി. 4 മാർക്ക്. ഓക്കെ, ഇനിയിപ്പോൾ കണക്ക് ചെയ്യാനാണെങ്കിലോ 17ൻ്റെ B എങ്ങനെ വരും? ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരേ ചോദ്യം തന്നെയാണ് തിരിച്ചും മറിച്ചും ചോദിച്ചിരിക്കുന്നതെന്ന്. സെയിം ക്വസ്റ്റ്യനാണ്. 4th മോഡ്യൂളിൽ നിന്ന് സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാം. 17ൻ്റെ B എന്തോന്നാണ് ചോദ്യം. പിന്നെ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം. സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം എന്ന് പറയുമ്പം ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെ വരും. ക്രാങ്ക് ആംഗിൾ, ക്രാങ്ക് എന്ന് പറഞ്ഞാൽ ഇതല്ലേ, ക്രാങ്ക് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതല്ലേ. അപ്പം 45 ഡിഗ്രി. അതിൻ്റെ ഫോഴ്സ് ഓഫ് 14 ന്യൂട്ടൺ ഇസ് ആക്ടിങ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് ഓൺ ദ സ്ലൈഡർ. ടുവേർഡ്സ് ദ ലെഫ്റ്റ് സൈഡിലേക്ക് എത്രയാണ്? F is equal to 40 ന്യൂട്ടൺ. ഇത് നമ്മൾ എപ്പോഴും പഠിക്കുന്നത്. അപ്പോൾ ഇത് വായിച്ചോട്ടെ, നമുക്ക് ഇങ്ങനെയാന്ന് പറഞ്ഞ് മനസ്സിലാവും. ലെങ്ത് ഓഫ് ദ ക്രാങ്ക് എന്ന് പറയുന്നത് 30 mm ആണ്. കണക്റ്റിംഗ് റോഡ് എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ് കണക്റ്റിംഗ് റോഡ്. 70 mm ആണ്. ഇഗ്നോറിങ് ദ എഫക്റ്റ് ഓഫ് ഗ്രാവിറ്റി, ഫ്രിക്ഷൻ, ഇനീഷ്യൽ ഫോഴ്സ്, അതൊക്കെ ചുമ്മാ നമ്മളിട്ട് എന്തൊക്കെയോ വലിയ സംഭവം എന്ന് പറയാം. ഒന്നുമില്ല, അതൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെല്ലാത്തിനും ഇഗ്നോർ ചെയ്തേക്കുക. അതിനൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണം. നെഗ്ലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ബാക്കി കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തോന്നാണ്? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ക്രാങ്ക് ഷാഫ്റ്റ് ടോർക്ക്. ക്രാങ്ക് എന്ന് പറഞ്ഞാൽ ഇത്. അപ്പം ഇവിടെ ഒരു ടോർക്ക് ഉണ്ട്, അത് നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെ ആയിരിക്കും ടോർക്ക് വരുന്നത് നിങ്ങൾക്ക്. ടു കീപ് ദ മെക്കാനിസം ഇൻ ഇക്വിലിബ്രിയം. അപ്പോൾ ഇവിടുത്തെ ടോർക്ക് കണ്ടുപിടിക്കുക, അതിൻ്റെ ഡയറക്ഷനും കണ്ടുപിടിക്കുക. അതാണ് എല്ലാത്തിലും ചോദിക്കുന്നത്. അപ്പം ഇത് ഫിഗർ കിട്ടി, ഇതൊന്നും സംഭവം കിട്ടി, നമുക്ക് എന്ത് വരച്ചൂടെ? അപ്പോൾ ആദ്യം നമ്മൾ എന്തോന്ന് എഴുതുക? കോൺഫിഗറേഷൻ ഡയഗ്രാം എഴുതുക. കോൺഫിഗറേഷൻ ഡയഗ്രാം. ഓക്കെ, വൃത്തിക്ക് എഴുതണേ. ശരി, ഇനി സ്കെയിൽ നമ്മൾ ചെയ്യണം. 1 സെൻറ്റിമീറ്ററിന് എത്രയായിട്ട് എടുക്കാം? നമുക്ക് 10 mm ആയിട്ട് തന്നെ എടുക്കാം. അപ്പോൾ 30 mm എന്ന് പറയുമ്പോൾ നമുക്ക് 3 സെൻറ്റിമീറ്റർ എടുത്താൽ മതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്ലൈഡർ ക്രാങ്ക് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ഹോറിസോണ്ടൽ ലൈന് കണ്ണും അടച്ചുകൊണ്ട് വരയ്ക്കുന്നു. കണ്ണും അടച്ചുകൊണ്ട് ഒരു ഹോറിസോണ്ടൽ ലൈന് വെറുതെ കൊടുക്കുന്നു. ഓക്കെ, ഇനി ഞാൻ ഈ പോയിന്റിൽ നിന്ന് വരയ്ക്കാൻ പോവാം. ഈ പോയിന്റ്. ഓക്കെ, ഈ പോയിന്റിന് പേര് ഞാനിപ്പം ഇതിനിപ്പോൾ എന്തോന്ന് പേര് കൊടുക്കാം? OAB എന്ന് പറഞ്ഞ് കൊടുക്കാം. ശരി, അപ്പോൾ ഇതിനെ ഞാൻ O ആയിട്ട് എടുത്തു. ഇനി 45 ഡിഗ്രി വെക്കണം പ്രൊട്രാക്ടർ.
45 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരും. ഓക്കെ, ഇനി 30 എന്ന് പറയുമ്പോൾ 3 സെൻറ്റിമീറ്റർ അല്ലേ? സെൻറ്റിമീറ്റർ വരച്ചു. ഇത് എത്ര ഡിഗ്രിയാണ്? 45 ഡിഗ്രി. ഇത് എത്രയാണ്? 30 mm. ഇതിൻ്റെ പേരെന്താണ്? എ. അത്ര എഴുതി. ഇനിയിപ്പം 70 mm. 70 mm എന്ന് പറയുമ്പം 70 ഡിവൈഡ് ബൈ സ്കെയിൽ, അപ്പോൾ 7 സെൻറ്റിമീറ്റർ അല്ലേ? 70 ഡിവൈഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 7. അപ്പോൾ ഈ പോയിന്റ് ഇപ്പോൾ കിട്ടി. അപ്പം ഇതാണ് ആ പോയിന്റ്. അപ്പം ഇതും ഇവിടെ വെച്ചോണ്ട് വരച്ചു. ശകലം ഇത് വന്നു. ഓക്കെ, ശരി. അപ്പോൾ ഇതിനെ ഞാൻ ബി ആയിട്ട് എടുത്തു. ഇനി ഇവിടെ ഒരു ബോക്സ് സ്ലൈഡർ പോലെ വരയ്ക്കണം, പിസ്റ്റൺ വരയ്ക്കണം. ഓക്കെ, വരച്ചു. ഇവിടെ വേണമെങ്കിൽ ഒരു 90 ഡിഗ്രിയും കൂടെ വരച്ച് വെക്കുന്നത് നല്ലതാണ്. വേണമെങ്കിൽ വരച്ച് വെക്കാം. മറ്റേത് ചെയ്യാൻ നേരത്ത് കയറി പെട്ടെന്ന് കയറി വരച്ചാൽ മതി, വെറുതെ ആണെന്നുകൊണ്ടൊന്നും നിൽക്കണ്ട. ഓക്കെ, എന്നിട്ട് ഇവിടെ മറ്റേ പുല്ല് വരച്ചു, ഇവിടെയും പുല്ല് വരച്ചു. ഇത് നമുക്ക് ഒന്ന് കൊടുക്കാം. ഇവിടെ ആ പുല്ല് വരച്ചു. ഇതെത്രയാണ്? 70 mm ആണ്. ഇവിടെ ഒരു ഫോഴ്സ് ഇല്ലേ, F = 40 ന്യൂട്ടനാണ്. അപ്പോൾ എല്ലാം നമ്മൾ വരയ്ക്കേണ്ടത് വരച്ചു, പുല്ലും കാര്യങ്ങളെല്ലാം കൊടുത്തു. ഇനി എന്തോന്നാണ്? ഇനിയിപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ 90 ഡിഗ്രി വേണമെങ്കിൽ വരച്ചു വെക്കാം. നമുക്ക് പിന്നെ ആവശ്യം വരും. സ്ലൈഡർ കാണുന്നില്ലേ? കാണത്തില്ല. ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് ചുമ്മാ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ശരി. ഇനിയിപ്പോൾ എന്തോന്നാണ് നമ്മൾ ചെയ്യേണ്ടത്? ഫ്രീ ബോഡി ഡയഗ്രാം അല്ലേ? ഫ്രീ ബോഡി ഡയഗ്രാം. അതിന് മുന്നേ മറ്റേ ഫോഴ്സും കൂടെ എഴുതണം. അങ്ങനെ. അപ്പം ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. ഇത് എഴുതേണ്ട രീതി അയൽവക്കം നമ്മുടെ 1 2, ഇത് 3 2, ഇത് 2 3, ഇത് 4 3, ഇത് 3 4, ഇത് 1 4. ഓക്കെ അല്ലേ? പക്ക അല്ലേ? തെറ്റെന്തെങ്കിലും ഉണ്ടോ? തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കണേ. അപ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് ഇത് വന്നിട്ട് ഇതിൽ വന്നിട്ട് ടോർക്കുണ്ട്. ഓക്കെ, ഇതിൽ വന്നിട്ട് ടോർക്കുണ്ട്. ഇതിൽ വന്നിട്ട് ഫോഴ്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ അപ്പോൾ ഇതാണ് മിനിമം കൺസ്ട്രെയിൻഡ് ഫോഴ്സ്. അപ്പോൾ നമ്മൾ അതിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്തൊന്ന് ചെയ്തു? റിഫറൻസ് പോലെ താഴേക്കെടുത്ത് വരച്ചു. ഇത് കറക്റ്റായിട്ട് വെച്ചിട്ട് എടുത്തു. ജസ്റ്റ് ഞാൻ ഇവിടെ ആയിട്ട് തന്നെ വരയ്ക്കാം. ഇത് 7 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ ജസ്റ്റ് 7 സെൻറ്റിമീറ്റർ എടുത്ത് 1 2 3 4 5 6 7 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചിട്ട് ബാക്കി ജസ്റ്റ് ഒന്ന് ലൈൻ ഓഫ് ആക്ഷൻ പോലെയും കൂടെ കൊടുത്തേക്കാം. ഓക്കെ, ഇത് പേരെന്തോന്ന്? എ. കണക്റ്റിംഗ് റോഡാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഫോഴ്സ് F23യും ഇവിടെ എന്തോന്നാണ്? F43യും. ശരി. ഇനിയിപ്പം ഇത് വരച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ഏത് ലിങ്ക് നോക്കണം? അപ്ലൈഡ് ഫോഴ്സിൻ്റെ ലിങ്ക് നോക്കണം. അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ ഹൊറിസോണ്ടലിൽ എടുത്തിട്ട് ഒരു പാരലൽ വരയ്ക്കും. ഞാൻ ഇവിടെ ജസ്റ്റ് ഇവിടെ ആയിട്ട് തന്നെ വരച്ചേക്കാം. ഇപ്പം ഈ പോയിൻ്റ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു വരച്ചു. ഇതാണ് എന്തോന്ന്? F = 40 ന്യൂട്ടൺ. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ എടുക്കേണ്ടത് AB എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ റെഫറൻസ് എടുത്തിട്ടുണ്ട്. അതിനെ തന്നെ എടുത്തിട്ട് ഇങ്ങനെ കറക്റ്റ് വെച്ച് ഈ പോയിൻ്റ് വെച്ചിട്ട് വരയ്ക്കുക. അപ്പോൾ ഇതാണ് എന്തോന്ന്? ഈ ലിങ്കല്ലേ കൺസിഡർ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ലിങ്കിൻ്റെ അകത്തുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F34 14 F ആണ്. അതിൻ്റെ അകത്ത് F ഇപ്പം നമ്മൾ വരച്ചു, F34 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ എല്ലാം ടുവേർഡ്സ് ദ പോയിൻ്റ് ആണ്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് F14 എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ? അപ്പോൾ പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എടുത്തിട്ട് ആ പെർപെൻഡിക്കുലറും കൂടെ എടുത്ത് ഇവിടെ എടുത്ത് വരച്ചു. ഓക്കെ, അപ്പം ഇത് F14 ആയി. സൂപ്പർ. ശരി, ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനിയിപ്പോൾ ഫോഴ്സ് എല്ലാം അറിയാം. ഇനിയിപ്പം വെക്റ്റർ ഡയഗ്രാം വരയ്ക്കുക. വെക്റ്റർ ഡയഗ്രാം വരച്ചു. സ്കെയിൽ ചെയ്യണ്ടേ? സ്കെയിൽ ചെയ്യണം. എത്രയാണ്? 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയായിട്ട് എടുക്കണം? 10 ന്യൂട്ടനായിട്ട് എടുക്കുക. അപ്പോൾ 4 സെൻറ്റിമീറ്റർ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെടുത്തു, ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഒരു 4 സെൻറ്റിമീറ്റർ
1 2 3 4 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചു. ഇതാണ് എന്തോന്ന്, എങ്ങോട്ടാണ്, ഇങ്ങോട്ടാണ്. F is equal to 40 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് എഴുതി. ഇനി F34 വരയ്ക്കണം. ഞാനിവിടെ നിന്ന് ഇങ്ങനെ എടുത്തു. ഓക്കെ, താഴെ കൊണ്ട് വെച്ചു. ഇവിടെ നിന്ന് F34 വരയ്ക്കുക. അതിനുശേഷം F1 ഇതിനെ കൊണ്ടുപോയി വെച്ചിട്ട് F14 വരയ്ക്കണം. മറ്റേ പോയിന്റ് കൊണ്ട് വെച്ചിട്ട് വരയ്ക്കണം. ഈ മുട്ടിയ പോയിൻ്റാണ് എന്തോന്ന്, ഇപ്പോൾ പോയിന്റ് കിട്ടിയില്ലേ? ശരി. അപ്പം ഇതെന്തോന്നായിരുന്നു? F34. ഡയറക്ഷൻ ഇതിങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ F14 വന്നിട്ട് ഇത് F14. ഓക്കെ, ഡയറക്ഷൻ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇതിങ്ങനെ ഒരേ രീതിയായി. ഓക്കെ അല്ലേ? ശരി. അപ്പോൾ ഇത് കിട്ടും. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോഴ്സ് കണ്ടുപിടിക്കാം. എനിക്ക് F34 എന്ന് പറയുന്നത് എനിക്കൊരു 4.2 കിട്ടിയെന്നിരിക്കട്ടെ. അപ്പം F34 4.2 സെൻറ്റിമീറ്റർ ഇൻറ്റു എന്തോന്നാണ് സ്കെയില് 10. അപ്പം 42 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കിട്ടി. ശരി. ഇനി F14 വന്നിട്ട് എനിക്ക് 1.35 എന്ന് പറഞ്ഞ് കിട്ടിയെന്നിരിക്കട്ടെ. 1.35 സെൻറ്റിമീറ്ററിന് കിട്ടിയെന്നിരിക്കട്ടെ. അപ്പോൾ ഇൻറ്റു 10 ചെയ്യണം. അപ്പോൾ എത്ര വരും? 13.5 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കിട്ടും അല്ലേ? അതെ. ഇത് വന്നിട്ട് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ 4 × 10 40 ന്യൂട്ടൺ. അങ്ങനെയാണല്ലോ. ശരി. അപ്പം അത് ചെയ്തു, ഇതും കിട്ടി. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ഇനി ഏത് സ്ഥലത്തേക്ക് പോകണം? ടോർക്കിൻ്റെ ലിങ്കിലേക്ക് പോകണം. അപ്പോൾ ടോർക്കിൻ്റെ ലിങ്ക് എടുക്കുക. ഞാൻ ജസ്റ്റ് ഇവിടെ തന്നെ വരയ്ക്കുവാണ്. എത്രയാണ്? 3 സെൻറ്റിമീറ്റർ അല്ലേ? ജസ്റ്റ് ഒന്ന് ഒരു 3 സെൻറ്റിമീറ്റർ എടുത്ത് 1 2 3 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചു. ഓക്കെ. ഇനിയിപ്പോൾ എന്താണ് റെഫറൻസ് എടുത്ത് വരയ്ക്കണ്ടേ? ഓക്കെ, സൂപ്പർ. ഞാനിവിടെ വെച്ച് 90 ഡിഗ്രി എടുക്കാം. ഓക്കെ, ഇതാണ് എന്തോന്ന് H എനിക്ക് എത്ര കിട്ടിയെന്ന് നോക്കാം. H എന്ന് പറയുന്ന സാധനം എനിക്ക് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ എടുത്തപ്പോൾ എനിക്ക് 2.7 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ ഞാൻ എന്തോന്ന് എഴുതി? 2.7 എന്ന് പറയുന്നത് എനിക്ക് സെൻറ്റിമീറ്ററാണ്. അതിനെ ഞാൻ മീറ്ററിലേക്ക് ആക്കണം. അപ്പം സെൻറ്റിമീറ്റർ ആക്കുമ്പോൾ ഡിവൈഡഡ് ബൈ 100. അപ്പോൾ 1 2 അപ്പം 0.027 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ശരി. ഇനിയിപ്പോൾ നമ്മൾ ഈ ലിങ്കല്ലേ എടുത്തത്, ഈ ലിങ്കിൻ്റെ പേരൊക്കെ കൊടുക്കണ്ടേ? അപ്പം ഇത് ഇത് A, ഇത് B. ഇനി ഇതിൻ്റെ അകത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് 32 1 2 F32 F12. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇത് ഇങ്ങോട്ട്, ഇത് അതിന് നേരെ ഓപ്പോസിറ്റ്. ഓക്കെ. അപ്പോൾ ഇത് കിട്ടിയിരിക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ കപ്പിളിൻ്റെ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ശരി. ഇനിയിപ്പം ഇക്വേഷൻ എഴുതാം. എങ്ങനെയാണ്? കപ്പിൾ ഇസ് ഈക്വൽ ടു എത്രയാണ്? F × H. F എന്ന് പറയുന്നത് F32 എന്ന് പറയുന്നത് F34 തുല്യമാണ്. അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. ശരി. അപ്പം ഇപ്പം ഞാനിവിടെ എടുക്കേണ്ടത് F32 × H ആണ്. ഓക്കെ. അപ്പോൾ F32 എന്ന് പറഞ്ഞാൽ F34 തുല്യമാണ്. അപ്പം 42 ന്യൂട്ടൺ ഇൻറ്റു H എന്ന് പറയുന്നത് 0.027 മീറ്റർ എന്ന് പറഞ്ഞ് എടുക്കണം. അപ്പം 42 ഇൻറ്റു 0.027 എന്ന് പറഞ്ഞാൽ എത്ര വരും? 1.134 ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞ് വരും. ഇത് ഏതാ ഡയറക്ഷൻ? ഏതാ? ഇങ്ങോട്ടാ. ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് CCW എന്ന് ബ്രാക്കറ്റ് ഇടുക. ഇനി അതിൻ്റെ ടോർക്ക് ആണെങ്കിലോ, ടോർക്ക് ഇസ് ഈക്വൽ ടു ഇങ്ങനെ വരും 1.134 ന്യൂട്ടൺ മീറ്റർ ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ ഒരു ചോദ്യം. ഓക്കെ, പുരിഞ്ചതാ. ശരി, അത്രേ ഉള്ളൂ ആ ഒരു ചോദ്യം. ഓക്കെ അല്ലേ?
കോൺഫിഗറേഷൻ ഡയഗ്രാം, ഫ്രീ ബോഡി ഡയഗ്രാം, വെക്ടർ ഡയഗ്രാം, പിന്നെ മറ്റേ ടോർക്കിൻ്റെ ലിങ്ക്, പിന്നെ കപ്പിൾ ഇത് വെച്ച് ചെയ്താൽ മതി. ഇങ്ങനെ വരും ഉത്തരം. ഓക്കെ, അപ്പം മോഡൽ 4 അത്രേ ഉള്ളൂ. ആ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അത് പഠിച്ചാൽ തന്നെ നമുക്ക് ഓക്കെ മിക്കതും അതിനെ ചോദിക്കത്തുള്ളൂ. ശരി, ഇനി അടുത്തത് തേർഡ് മോഡ്യൂളിൻ്റെ അകത്ത് എന്തൊക്കെയാണ്? ഗിയർ ട്രെയിന്, പിന്നെ സിന്തസിസ് എന്ന് പറഞ്ഞ സാധനം. ഇത് രണ്ടെണ്ണം ഒരു മോഡ്യൂൾ, ഒരു ടോപ്പിക്കും, സിന്തസിസ് എന്ന് പറഞ്ഞ വേറൊരു ടോപ്പിക്കും. ശരി, ഇനിയിപ്പോൾ നമ്മുടെ നോക്കാത്ത ടോപ്പിക്ക് നോക്കാം. അതിൽ നിന്ന് ഏതാ വന്നിരിക്കുന്നത്? ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ലിങ്ക്, ടൈപ്പ് 3 പ്രൊസിഷൻ പോയിൻറ്റ്സ്, എന്തെങ്കിലും ഒരു സംഭവം ചോദിച്ചിട്ടുണ്ട്. ശരി, ഔട്ട്പുട്ട് ലിങ്ക് ഇൻപുട്ട് ലിങ്കിൻ്റെയാണ് ചോദിച്ചിരിക്കുന്നത്. ശരി, പിന്നെ പ്രിസിഷൻ ആൻഡ് അക്യുറസി പോയിൻറ്റിൻ്റെ തിയറി ചോദിച്ചിട്ടുണ്ട്. സ്ട്രക്ചറൽ എററും തിയറി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഓൾറെഡി തിയറി പാർട്ടിൽ ഡിസ്കസ് ചെയ്തതാണ്. സപ്പോസ് ഇപ്പം നമ്മൾ പഠിപ്പിക്കുന്ന അറിയത്തില്ലെങ്കിലും തിയറി എന്ന് പറയുന്നത് നമ്മൾ എല്ലാത്തിൻ്റെയും പഠിച്ചു വെക്കണം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഇതിൽ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അതിനുള്ള മാർക്കെങ്കിലും കിട്ടും. ഓക്കെ, ശരി. സപ്പോസ് കണക്ക് ചെയ്യാൻ നമുക്ക് കൊണ്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അപ്പം മറ്റേ ഓറാണെങ്കിലും നമ്മളെടുത്ത് എഴുതുന്ന പോലെ ആയിരിക്കണം. ശരി, അപ്പം 16 എയും ബിയും കണ്ടല്ലോ. ഇതാണ് അതിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഇപ്പോൾ തിയറി നമ്മൾ കവർ ചെയ്തായിരുന്നു, മറ്റേ ക്വസ്റ്റിന് വിട്ടേക്കുക. ശരി, ഇനി നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ നിന്ന് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ ലോ ഓഫ് ഗിയറിംഗ്, അത് 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അത് തിയറി പാർട്ടിൽ ഡിസ്കസ് ചെയ്തതാണ്. PDF അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, നോക്കിയിരുന്നാൽ മതി. ശരി, ഇനി അടുത്ത സ്കെച്ച് ടു മേക്കിംഗ് ടീക്സ് ഓഫ് എ സ്പർ ഗിയർ, ലേബൽ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് പ്ലാങ്സ് അക്രോപ്പിച്ച് അതെല്ലാം ഡിസൈൻ വിത്ത്. അതെന്നാ സംഭവം? അത് ഞാനാണെങ്കിൽ പറഞ്ഞില്ലായിരുന്നോ, ഒരു ഇമേജ് പഠിക്കണമെന്ന് പറഞ്ഞ് കാണിച്ചില്ലേ? ആ ഇമേജാണ് നോക്കേണ്ടത്. അതിൻ്റെ ഫോട്ടോയും നല്ല ക്ലാരിറ്റിയുള്ള ഫോട്ടോ എങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടതെന്നുള്ള സംഭവങ്ങൾ തിയറി പാർട്ടിൽ ഡിസ്കസ് ചെയ്തതാണ്. അതിനൊപ്പം തന്നെ അതിനെ ഞാൻ അറ്റാച്ചും ചെയ്തിട്ടുണ്ട് ഡ്രൈവ് ലിങ്കിൽ. അത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പിക്ക് കിട്ടും. അത് വെച്ച് ഒന്ന് നോക്കി അത് വരയ്ക്കാൻ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ വരച്ച് വെച്ച് കഴിഞ്ഞാൽ 8 മാർക്ക്. ജസ്റ്റ് ഒന്ന് വരയ്ക്കുക, എല്ലാം അടയാളപ്പെടുത്തുക, 8 മാർക്ക് കിട്ടും. പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ശരി, അപ്പോൾ നമ്മൾ തേർഡ് മോഡ്യൂളും കഴിഞ്ഞു. ഇനിയിപ്പോൾ സെക്കൻഡ് മോഡ്യൂൾ വരാം. സെക്കൻഡ് മോഡ്യൂളിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് ആംഗുലാർ അസലറേഷനും മറ്റേത് തന്നെ, അതായത് പാർട്ട് ഓർ ബി. ഓക്കെ, ശരി, അതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏതാ? ഓർ എ. നമ്മുടെ ഐറ്റം എന്താ ചോദിച്ചിരിക്കുന്നത്? കോറിയോളിസ് കമ്പോണൻ്റ് ഓഫ് അസലറേഷൻ. അത് നമ്മൾ ഓൾറെഡി നമ്മുടെ ഡയറക്ഷൻ്റെ ഇത് വന്നിട്ട് നോക്കിയിട്ടുണ്ട് അല്ലേ? മറ്റേ 4 പടം ചെറുതായിട്ട് ഇങ്ങനെ വരച്ച് വെച്ചിട്ട് OA എന്ന് പറഞ്ഞ് വരച്ച് വെക്കുന്നത് അതെങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വെലോസിറ്റി 2 എണ്ണം മണ്ടക്കോട്ടാണെങ്കിൽ ഒമേഗ മറ്റേതും പിന്നെ ഒരേ ഡയറക്ഷൻ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ വെലോസിറ്റി താഴോട്ടാണെങ്കിൽ ഒമേഗയും മറ്റേ പോയിന്റ് ഓഫ് കോൺസ്റ്റന്റ് അത് വന്നിട്ട് ഓപ്പോസിറ്റ് വരും. ആ ഒരു ഐഡിയ മനസ്സിലാക്കി വെച്ചിട്ട് തന്നെ വരയ്ക്കാൻ സെറ്റാണത്. ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ ചോദ്യം, നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ നിന്ന് വന്നിരിക്കുന്നത് എന്തോന്നാണ്? ക്യാമോൻ്റെ ഒരു ചോദ്യവും അതിൻ്റെ സബ് ക്വസ്റ്റ്യനാണ്. അത് വേരിയസ് ടൈപ്സ് ഓഫ് ഫോളോവേഴ്സ്. അത് നമ്മൾ പറഞ്ഞതാണ്. ഫോളോവേഴ്സ്, നൈഫ് എഡ്ജ്, പിന്നെ റോളർ, ഫ്ലാറ്റ് വേസ്റ്റ്, പിന്നെ സ്പെറിക്കല്. അപ്പം അത് വന്നിട്ട് പാർട്ട് നമ്മൾ തിയറി ക്വസ്റ്റിൻ്റെ കൂടെ അല്ല, ക്യാമ് പഠിപ്പിക്കുമ്പോൾ തന്നെ അത് ഒരു ക്ലാരിറ്റി എടുത്താൽ പോയിരിക്കുന്നത്. അപ്പോൾ അതൊന്നും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇതും കൂടെ കിട്ടും. ഓക്കെ, പിന്നെ ഇതിനെ തിയറി ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉത്തരം. ഇനിയിപ്പോൾ നമുക്ക് ക്യാമ് നോക്കാം. ചോദ്യം 14A. The cam is to give the following motion of a knife edge follower. ഇപ്പോൾ ഗിവൺ ഡേറ്റ എടുത്ത് എഴുതുക. എന്തോന്നാണ് നൈഫ് എഡ്ജ് ഫോളോവർ? ഓക്കെ, പകുതി രക്ഷപ്പെട്ടു. ടു റേസ് ദ ഫോളോവർ ത്രൂ 30 mm, സ്ട്രോക്ക് കിട്ടി 30 mm വിത്ത് യൂണിഫോം അസലറേഷൻ ആൻഡ് ഡിസലറേഷൻ. θO = 120 ഡിഗ്രി. ഏതാണ്? യൂണിഫോം അസലറേഷൻ ആൻഡ് റിട്ടാർഡേഷനിലാണ് θO. ഓക്കെ, പിന്നെ ടു ലോവർ ദ ഫോളോവർ, അപ്പം θR എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. ഏതുപയോഗിച്ച്? സിമ്പിൾ ഹാർമോണിക് മോഷൻ ഉപയോഗിച്ച്. ഇനിയിപ്പം ഡെൽ ഫോർ ദ, പിന്നെ ഇടയ്ക്ക് ഡെൽ ഫോർ നെക്സ്റ്റ് θD എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. എത്ര? 30 ഡിഗ്രി. ഓക്കെ, ഇനി എന്താണ്? ദ ക്യാം ഹാസ് എ മിനിമം റേഡിയസ് ഓഫ് 30 mm. ഇനി ക്യാമിൻ്റെ കാര്യത്തിലേക്ക് പോയിരിക്കുക. ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കാനുള്ള അത്രയും സംഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കാനുള്ള സംഭവം ഇത് വെച്ച് വരയ്ക്കാം. ഇനി ക്യാം വരയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്? ക്യാമിൻ്റെ റേഡിയസ് വന്നിട്ടുണ്ട്. എത്രയാണ്? മിനിമം റേഡിയസ് ഓഫ് ദ ക്യാം എന്ന് പറഞ്ഞിട്ട് 30 mm, അതായത് 3 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി ആൻഡ് റൊട്ടേറ്റ്സ് ക്ലോക്ക് വൈസ്. അപ്പോൾ ക്ലോക്ക് വൈസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്.
പിന്നെ അറ്റ് എ യൂണിഫോം സ്പീഡ് ഓഫ് 800 RPM. അപ്പോൾ n = 800 RPM ആണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതിനെന്തെങ്കിലും ഗുണമുണ്ടോ നോക്കാം. ഡ്രോ ദ പ്രൊഫൈൽ ഓഫ് ദ ക്യാം വെൻ ദ ഫോളോവർ ആക്സിസ് ഓഫ് സെറ്റ്. അപ്പോൾ ഇതൊരു ഓഫ് സെറ്റ് ആണ് ടുവേർഡ്സ് റൈറ്റ്. ഓഫ് സെറ്റ് എത്രയാണ്? 12 mm. ഓക്കെ, റൈറ്റ് സൈഡിലേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ടുവേർഡ്സ് റൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ഒന്നിനെ ഒരു 3 തവണ വായിച്ച് നോക്കുക. നമ്മൾ എഴുതിയിരിക്കുന്നതൊക്കെ കറക്റ്റാണോ, നമ്മുടെ തലയ്ക്കകത്ത് കത്തിയത് തന്നെയാണോ അവർ ആക്ച്വലി ചോദിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞൊന്ന് ഇത് ചെയ്യുക. ടൈപ്പ് ഫോളോവർ ആണ്. θO, θD, θR. ഓക്കെ, സ്ട്രോക്ക് പിന്നെ യൂണിഫോം ആക്സലറേഷൻ റിട്ടാർഡേഷൻ ആണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് θR. ശരി, ഇനിയിപ്പോൾ മിനിമം റേഡിയസ് 30 mm തന്നെയാണ്. ക്ലോക്ക് വൈസിൽ കറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ആംഗിൾ എടുക്കേണ്ടത് കൗണ്ടർ ക്ലോക്ക് വൈസിൽ നമ്മൾ പഠിച്ചതുപോലെ തന്നെ n = 800 RPM. അത് ആക്ച്വലി അവിടെ ആവശ്യമില്ല, ജസ്റ്റ് ഒരു ഒന്നിനും ഗുണമില്ല. അതിപ്പം സപ്പോസ് മറ്റേ ഇക്വേഷൻ മറ്റേ മാക്സിമം വെലോസിറ്റി മാക്സിമം അങ്ങനെ വല്ല ആണെങ്കിൽ ചിലപ്പോൾ ആവശ്യം വന്നേനെ. ഓക്കെ, പിന്നെ ഓഫ് സെറ്റ് 12 mm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ടുവേർഡ്സ് റൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ നമുക്ക് വരച്ചൂടെ? എന്തൊന്നാണ് വരയ്ക്കേണ്ടത് ക്യാം വരയ്ക്കാൻ വേണ്ടിയിട്ട്? ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കാം. ഇത് ഇത്ര അറിയാമെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് റിമൈനിങ് ബെല്ല് കണ്ടുപിടിച്ചൂടെ? ഇങ്ങനെ കണ്ടുപിടിക്കാം. 120 + 30 + 90 ചെയ്യുമ്പോൾ എത്ര വരും? 240. അത് 360 നിന്ന് 240 കുറച്ച് കഴിഞ്ഞാൽ 120 ഡിഗ്രി. അപ്പോൾ 120 ഡിഗ്രിയാണ് റിമൈനിങ് ബെല്ല്. ഓക്കെ, ഇനിയിപ്പോൾ എങ്ങനെ എഴുതാം? എന്തോന്നാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം ഓഫ് നൈഫ് എഡ്ജ് ഫോളോവർ having uniform acceleration and retardation as outstroke and simple harmonic motion as return stroke എന്ന് പറഞ്ഞ് നമ്മൾ ബോധിപ്പിച്ചു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ പോകാം. സ്കെയിൽ കൊടുത്തു. എക്സ് ആക്സിൻ്റെ 1 സെൻറ്റിമീറ്റർ എത്രയായിട്ട് എടുക്കണം? അതിന് ഇത് 3 എണ്ണം കൂട്ടാൻ നേരത്ത് 240 എന്ന് പറഞ്ഞ് കിട്ടി. 240 ഡിഗ്രി എന്ന് പറഞ്ഞ് കിട്ടി. 240 എന്ന് പറയുമ്പോൾ 150 കൂടുതലല്ലേ? അപ്പം നമുക്ക് 240 ഡിവൈഡഡ് ബൈ 20, 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 20 ഡിഗ്രി വെച്ച് എടുക്കാം. 20 ഡിഗ്രി വെച്ച് എക്സ് ആക്സിസ്. ഓക്കെ, അപ്പം നമ്മൾ മൊത്തം ഇപ്പോൾ എത്ര എടുക്കണം? 240 ഡിവൈഡഡ് ബൈ 20 ചെയ്യുക. അപ്പോൾ 12 സെൻറ്റിമീറ്റർ എടുക്കണം. 12 സെൻറ്റിമീറ്റർ എടുത്ത് നമ്മൾ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് 12 സെൻറ്റിമീറ്റർ എടുത്തു. സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇപ്പുറത്തെ സൈഡിലാണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ റിട്ടേൺ സ്ട്രോക്കില്ല. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് നീക്കിക്കൊള്ളുക. കാരണം മറ്റേ സെമി സർക്കിൾ വരയ്ക്കുമ്പോൾ പുറത്തേക്കായി പോവില്ല. മാത്രമല്ല സെമി സർക്കിളിനെ നമ്മൾ 6 ഡിവൈഡ് ചെയ്യാൻ നിർത്തുന്നത് പറ്റും. പ്രൊട്രാക്ടർ വെക്കണം. അപ്പോൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതും തലവേദനയാണ്. മാക്സിമം ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചു. കുഴപ്പമൊന്നുമില്ല, ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചാൽ. സ്ട്രോക്കെന്ന് എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം എഴുതാൻ മതി. ശരി, അപ്പോൾ ഇത്ര എടുക്കും. അപ്പോൾ ഇത്ര നമ്മൾ കണക്കൂട്ടി കൊടുക്കുക. 12 സെൻറ്റിമീറ്റർ ആണ്. 12 സെൻറ്റിമീറ്റർ ആണ്. ഇത്രയും വെച്ചു. 12 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി സ്കെയിൽ മാറ്റണ്ട. 12 സെൻറ്റിമീറ്ററിനകത്ത് θO എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് തിരിക്കണ്ടേ? അപ്പം 120 ഡിവൈഡഡ് ബൈ എത്രയാണ്? 20 കൊണ്ടല്ലേ, സ്കെയിൽ കൊണ്ടല്ലേ. അപ്പോൾ 6. അപ്പോൾ ആദ്യത്തെ 6 സെൻറ്റിമീറ്റർ ആണ് എന്തോന്ന്? θO. ഇനി അടുത്ത D എന്ന് പറയുന്നത് 30 ഡിഗ്രി. അപ്പോൾ 30 ഡിവൈഡഡ് ബൈ 20 ചെയ്യണം, സ്കെയിൽ ചെയ്യണം. അപ്പോൾ എത്ര വരും? 1.5. അപ്പോൾ അടുത്ത 1.5 സെൻറ്റിമീറ്റർ ആണ് എന്തോന്ന്? θD, ബെല്ല്, ബിറ്റ്വീൻ ബെല്ല്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് മിച്ചം ബാലൻസ് എന്തോന്ന് വരും? ബാലൻസ് 90 ഡിവൈഡ് ബൈ 20 ചെയ്യാൻ നേരത്ത് എത്ര വരും? 4.5 ഉണ്ടല്ലോ, കറക്റ്റ് 4.5 ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഇത്. ഇനിയിപ്പോൾ നമുക്ക് കൈയോടെ മറ്റേതും കൂടെ ചെയ്തേക്കാം. 6 സെൻറ്റിമീറ്റർ ഉണ്ട്. അത് ഞാൻ എപ്പോഴും 6 ഈക്വൽ പാർട്സാണ് ആക്കുന്നത്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ ആക്കാം. ഓക്കെ, അതൊക്കെ ഞാൻ ഇത് പറയുന്നതിനുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 6 സെൻറ്റിമീറ്റർ ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോൾ എനിക്ക് 1 കിട്ടും. അപ്പോൾ ഓരോ സെൻറ്റിമീറ്റർ എടുത്ത് ഞാൻ ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് ഇപ്പുറത്തെ സൈഡ് എന്ന് പറയുമ്പോൾ 4.5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 4.5 ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പം എത്ര വരും? 0.75 വരും. ഓക്കെ, അപ്പോൾ 0.75 എടുത്ത് ചെയ്യണം. 0.75
0.75 0.75 0.75 0.75 പ്ലസ് 0.75 എത്ര വരും? 1.5 1.5 കുത്താം. അപ്പോൾ ഇത്ര കറക്റ്റ്. ഇനിയിപ്പോൾ 1.5 പ്ലസ് 0.75 എത്ര വരും? 2.25. അപ്പം 2.25 എന്ന് പറയുമ്പോൾ ഇവിടെ വരും, അതും കറക്റ്റ്. പിന്നെ എന്നാ പ്ലസ് 0.75 എൻ്റെ ഒരു തെറ്റിപ്പോയി, 3 3-ൽ വരണം. ഇവിടെയാണ് കുറച്ച് തെറ്റിപ്പോയി, ഇവിടെയാണ് പോയിന്റ്. ഓക്കെ, ഇവിടെയാണ് പോയിന്റ്. ഇനിയിപ്പോൾ അടുത്ത 75 എന്ന് പറയുമ്പോൾ ഇവിടെയായിട്ട് വരും, ഇവിടെയാണ് പോയിന്റ്. എന്നിട്ട് പ്ലസ് 0.75 എന്ന് പറയുമ്പോൾ 3.75 വരും. പ്ലസ് 0.75 ചെയ്യാൻ നേരത്ത് കറക്റ്റായിട്ട് 4.5 എന്ന് പറഞ്ഞ് വരും. കറക്റ്റ് 4.5 കിട്ടും. ഓക്കെ, ശരി. അപ്പോൾ ഇനിയിപ്പോൾ എന്തോന്ന് ചെയ്യണം? സ്ട്രോക്ക് വരയ്ക്കണം. സ്ട്രോക്ക് വരയ്ക്കണമെങ്കിൽ 90 ഡിഗ്രി ആംഗിൾ എടുത്തിട്ട് കയറ്റി വരച്ചേക്കില്ല, 90 ഡിഗ്രി എടുത്തിട്ട് സ്ട്രോക്കും കൂടെ അളന്നിട്ട് വേണം വരയ്ക്കാനായിട്ട്. അപ്പം 90 ഡിഗ്രി ഞാൻ ഇവിടെ വെച്ചു, ഇവിടെ ആയിട്ട് 90 വന്നു. അതുപോലെ ഇവിടെ വെച്ചു, ഇവിടെ ആയിട്ട് 90 വന്നു. ഓക്കെ, ശരി. ഇനി സ്ട്രോക്ക് ലെങ്ത് എത്രയാണ്? 30 എന്ന് പറയുമ്പോൾ 3 സെൻറ്റിമീറ്റർ. 3 സെൻറ്റിമീറ്റർ. അതുപോലെ ഇവിടെയും ഓക്കെ. എന്നിട്ട് ഇതിനെയും കൂടെ വെച്ചാൽ നോക്കുക 12 ഉണ്ടോ? ഓക്കെ, ഉണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ഇനി ഓരോന്നും ഇപ്പുറം ഇങ്ങനെ മെഷർ ചെയ്തിട്ട് ഇവിടെ എടുത്ത് അതേപോലെ തന്നെ ഇവിടെ മെഷർ ചെയ്തിട്ട് വരയ്ക്കുക. ഞാനിപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മിസ്റ്റർ റോളർ സ്ക്വയറിൽ വെച്ച് ഇങ്ങനെ വരയ്ക്കാൻ പോകും. നോർമൽ വരച്ച് ഇനിയിപ്പോൾ നമുക്ക് കൊടുക്കാമല്ലോ. 1 2 3 0 1 2 3 4 5 6 പോലെ 0 3 4 5 6 എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനിയിപ്പോൾ ഇതാണ് എന്താണ് തീറ്റ എത്ര? 120 ഡിഗ്രി. തീറ്റ ഈ എത്ര? 30 ഡിഗ്രി. ഇത് തീറ്റ ആർ എത്ര? 90 ഡിഗ്രി. ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് വരച്ചോളുക. പിന്നെ ഇവിടെയും കൂടെ കുറച്ചും കൂടെ ഇങ്ങനെ നീട്ടി വരച്ചിട്ട് ഹൊറിസോണ്ടലായിട്ട് തന്നെ സ്കെയിലും കൊണ്ട് ഇങ്ങനെ നീട്ടി വരച്ചിട്ട് ഇതൊന്ന് കൊടുക്കുക. പിന്നെ റിമൈനിങ് ബെല്ല് തീറ്റ എത്രയാണ്? 120 ഡിഗ്രി ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, അതെടുത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ എന്താ നമ്മൾ സ്ട്രോക്ക് കൊടുക്കുക. സ്ട്രോക്ക് എത്ര വരും? സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ 30 mm. അതിനും വൃത്തിയായിട്ട് വരച്ചേക്കാം. ഇനി എന്തോന്നാണ്? ഇനിയിപ്പോൾ ഇത് സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. അല്ല, ഇത് യൂണിഫോം അക്സലറേഷൻ ആൻഡ് റിട്ടാർഡേഷനാണ് ഈ സൈഡ്. ഇത് സിമ്പിൾ ഹാർമോണിക് മോഷനാണ് ഈ സൈഡ്. ഓക്കെ, ഇനിയിപ്പം അത്ര മനസ്സിലായി. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി വരയ്ക്കാം. യൂണിഫോം അക്സലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ ആണെങ്കിൽ ഇതിനെ 6 ഈക്വൽ പാർട്സ് ആക്കണം. ഇത് മൊത്തം 3 സെൻറ്റിമീറ്ററാണ് ഉള്ളത്. അപ്പോൾ 3 സെൻറ്റിമീറ്ററിനെ 3/6 ചെയ്യാൻ നേരത്ത് ഇത്ര 0.5 വെച്ചിട്ടാണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊന്ന് മാർക്ക് ചെയ്തിട്ട് ഓക്കെ. അപ്പം
അത് കിട്ടി. ഇനിയിപ്പോൾ എന്തോന്ന് ചെയ്യുക, ഇപ്പോൾ ഇതൊന്നും കൂടെ ഈ പോയിൻറ്റും കൂടെ കൂട്ടി മുട്ടിക്കുക. അപ്പോൾ കറക്റ്റ് സെൻറ്റർ പോയിൻറ്റിൽ കൂടെ പാസ്സാവും. അതിനുശേഷം താഴത്തെ ഇതും കൂടെ മുട്ടിക്കുക, ഇതും കൂടെ മുട്ടിക്കുക. ഓക്കെ, പിന്നെ 1 2 3 4 5 6 എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി ഒന്നും കൂടെ മുട്ടുന്ന പോയിൻ്റാണ്, ഇതാണ് 1'. ഇത് നമ്മുടെ കൂട്ടുമ്പോഴത്തെ 2', 1', 2', ഇത് 3', ഇത് 4', ഇത് 5', ഇത് 6'. ഓക്കെ, പിരിഞ്ഞതാ. എന്നിട്ട് ഇതിനെ മുട്ടിച്ചേക്കുക. ഓക്കെ, കറക്റ്റായിട്ടിരിക്കണം, കൈ പറക്കുന്നു എനിക്ക്. ഇനിയിപ്പോൾ അടുത്ത സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുമ്പോൾ 1.5, അതായത് സ്ട്രോക്കിൻ്റെ പകുതി എടുക്കുക. എന്തോന്നായിട്ട് റേഡിയസായിട്ട് 1.5 എടുക്കുക. 3 ആയിരുന്നു, 2 1.5 എടുത്തു. എന്നിട്ട് ഞാൻ എന്തോന്ന് ചെയ്തു, ഇവിടെ കുത്തി പോയിൻ്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ പോയിൻ്റ് കുത്തിക്കൊണ്ട് 1.5 അല്ലേ ഇത് വെക്കാൻ നേരത്തെ എന്തോന്ന് കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ എന്തോന്നായി, ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടായിരിച്ചപ്പോൾ കുഴപ്പമില്ല. ഇനിയിപ്പം 180-നെ 6 കൊണ്ട് ചെയ്യാൻ നേരത്ത് 30 ഡിഗ്രി എന്ന് വെച്ച് കിട്ടും. അപ്പോൾ എന്തോന്ന് ചെയ്യുക, സെൻറ്റർ കൊണ്ടുവന്ന് വെച്ചിട്ട് ഓക്കെ 30 ഡിഗ്രി വെച്ച് മാർക്ക് ചെയ്യുക. 3 6 9 12 15 18. ഓക്കെ, എന്നിട്ട് ഇതും സെൻറ്റർ പോയിൻ്റ് കൂടെ വെച്ച് കാണണം. ഇതാണ് എന്തോന്ന് 30 ഡിഗ്രി. ഓക്കെ, ഇതും സെൻറ്റർ പോയിൻ്റ് കൂടെ വെച്ചിട്ട് ഒരെണ്ണം 30 ഡിഗ്രി വെച്ച്. ഇനിയിപ്പോൾ ഇതിനെങ്ങനെ നമ്പർ കൊടുക്കണം, മണ്ടയ്ക്ക് നിന്ന് വേണം 1 2 3 4 5 6 മുതൽ കൊടുക്കാൻ. ഓക്കെ, കാരണം എന്നാ ഇതും കൂടെ മുട്ടുന്ന ഇവിടെ അല്ലേ 1' വരേണ്ടത്. ഇപ്പോൾ 1 കുടിഞ്ചതാ. അപ്പോൾ എങ്ങനെ വരും കണ്ടോ, ഇവിടെ ഇങ്ങനെ വരണം. മറ്റേത് നമുക്ക് ഇപ്പുറത്തെ സൈഡ് വെച്ചപ്പോൾ 0 തുടങ്ങി ഇങ്ങനെ 6 വന്നു. ഇവിടെ 6 തന്നെ അവസാനിക്കുന്ന പോലെ 0 ഉണ്ടെന്ന് പറഞ്ഞ് എടുക്കുക. ഓക്കെ, അപ്പം എന്നിട്ട് ഞാൻ എന്തോന്ന് ചെയ്തു, ഓക്കെ, ഇനിയിപ്പം എന്തോന്നാണ് ഒന്നും കൂടെ കൂട്ടിമുട്ടുന്ന ഇതാണ് എന്തോന്നാണ് 1', 2 കൂടെ കൂട്ടിമുട്ടുന്ന ഇതാണ് എന്തോന്ന് 2', 3 കൂടെ കൂട്ടിമുട്ടുന്ന ഇതാണ് 3', 4 4', 5', 6'. ഓക്കെ, ഇനിയിപ്പം ഇതിനെ ചേർത്ത് വരയ്ക്കുക. ഇതാണെന്ന് വെച്ചാൽ ഹൈലൈറ്റ് കൊടുത്ത് വെച്ചിരിക്കുകയല്ലേ. എത്ര ഉള്ളു. അപ്പം നമുക്ക് എന്തോന്ന് കിട്ടി, ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം തയ്യാർ. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ മറ്റേത് വരയ്ക്കണം. ഏത് ക്യാം എന്തോന്ന് ഹെഡിങ് കൊടുക്കുക, ക്യാം പ്രൊഫൈൽ കാണാമോ, ക്യാം പ്രൊഫൈൽ സിന്തസിസ് എന്ന് പറഞ്ഞ് കൊടുത്തു. റേഡിയസ് അറിയാം എത്രയാണ്, 30 mm. 30 mm എന്ന് പറയുമ്പോൾ 3 സെൻറ്റിമീറ്റർ. 3 സെൻറ്റിമീറ്റർ എടുത്തു. ഇത് റോളറാണോ, അല്ല. അപ്പം ഇവിടെ ആയിട്ട് വരയ്ക്കാം അല്ലേ.
അല്ലെങ്കിൽ ഇവിടെ ആയിട്ട് വരയ്ക്കാം. ഇവിടെ കാണുന്നുണ്ട് എന്തൊക്കെയോ കിട്ടുമ്പോൾ ഓക്കെ, ഇവിടെ നിന്ന് വരയ്ക്കാം. 3 സെൻറ്റിമീറ്റർ എടുത്ത് ഇത് വരച്ചു. നൈഫ് എഡ്ജില്ലേ, അപ്പോൾ ഇതാണ് എന്താണ് ബേസ് സർക്കിൾ അല്ലെങ്കിൽ പ്രൈം സർക്കിൾ. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത എന്താണ് വരയ്ക്കേണ്ടത്? ഇനിയിപ്പോൾ അടുത്ത ഓഫ് സെറ്റ് വരയ്ക്കണം. 12 mm. 12 mm എന്ന് പറയുമ്പോൾ 1.2 എടുത്ത് വരയ്ക്കണം. എങ്ങനെ വരയ്ക്കും? ടാസ്ക് 1.2 എടുത്ത് വരച്ചു. ഓക്കെ, ഇനിയിപ്പം എന്തോന്ന് ചെയ്യുക? അതായത് ഇപ്പോൾ പേജോ പേപ്പറോ ആണെങ്കിൽ അതിനകത്ത് ഈ നീളത്തിലുള്ള ലൈനെ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് നോക്കുക. അപ്പോൾ ഏതാണ്ട് ഒരു നല്ലൊരു പെർപെൻഡിക്കുലർ പോലത്തെ ഒരു സംഭവം കിട്ടും. അത് വെച്ച് ജസ്റ്റ് ഒന്ന് സെൻറ്റർ ഓഫ് ദ പോയിന്റിൽ നിന്ന് ഓഫ് സെറ്റിലേക്ക് ലൈൻ ഓഫ് ആക്ഷൻ കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പം അതിൽ വെച്ചിട്ട് 90 ഡിഗ്രി എടുക്കുക. 90 ഡിഗ്രി എടുത്ത് 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ 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 ഡോട്ട് കൊടുക്കുക. അത് ഈ സർക്കിൾ മണ്ടക്കോട്ട് പോയാലും കുഴപ്പമില്ല, ഇങ്ങനെ മണ്ടക്കോട്ട് പോയാലും കുഴപ്പമില്ല, കാരണം അവിടെയാണല്ലോ നൈഫ് എഡ്ജ് വരുന്നത്. ഇത് നൈഫ് എഡ്ജ് ഫോളോവർ അല്ലേ, അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഒരു നൈഫ് എഡ്ജ് വരയ്ക്കുക. നൈഫ് എഡ്ജ് വരയ്ക്കുന്നു. ഓക്കെ, നൈഫ് എഡ്ജ് വരയ്ക്കുന്നു. ഇതിങ്ങനെ അടച്ചിട്ട് ഇങ്ങനെ ഒരു സ്പ്രിങ് പോലെ കൊടുത്തിട്ട് പിന്നെ ഇതിനെ ഒന്നിങ്ങനെ ഇങ്ങനെ കൊടുത്തേക്കാം. ഓക്കെ, ഇതായി. ഇനിയിപ്പോൾ പേര് കൊടുക്കാം. അതിന് മുന്നേ ആ പേര് കൊടുക്കാം. ഇതിനെ നമുക്ക് O എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു. ഈ മുട്ടുന്ന പോയിന്റാണ് A. ഇത് നൈഫ് എഡ്ജ് ഫോളോവറാണ്. Oയും Aയും കൂടെ കൂട്ടിമുട്ടിക്കണം. ഇത് ക്ലോക്ക് വൈസിലാണ് ക്യാം കറങ്ങുന്നത്, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, ഇതെന്താണ്? ഇത് നൈഫ് എഡ്ജ് ഫോളോവർ. നൈഫ് എഡ്ജ് ഫോളോവറാണിത്. ഓക്കെ, Oയും കൂടെ മുട്ടിച്ചു. ഇതാണ് എന്തോന്ന് ഓഫ് സെറ്റ് സർക്കിൾ. ഇതാണ് ഓഫ് സെറ്റ് സർക്കിൾ. ഓക്കെ, അപ്പോൾ എല്ലാം നമ്മൾ അടയാളപ്പെടുത്തിയല്ലോ. ഇനിയിപ്പോൾ എന്തെങ്കിലും എടുക്കാനുണ്ടോ ഇതിനകത്തുനിന്ന്? ഇനിയിപ്പോൾ ഒന്നുമില്ല. ഓഫ് സർക്കിൾ ടു റൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് റൈറ്റ് സൈഡിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ശരി, ഇനിയിപ്പോൾ എന്തോന്നാണ്? ഇനിയിപ്പോൾ ആംഗിൾ മെഷർ ചെയ്യുക. ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ, ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു. ഇതിങ്ങനെ എടുത്തു. ഇങ്ങനെ എടുക്കാൻ നേരത്ത് ആദ്യം എത്രയാണ്? 120 ഡിഗ്രി, 30 ഡിഗ്രി, 90 ഡിഗ്രി. അപ്പോൾ 120 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇവിടെയായിട്ട് വരും. 120 + 30 എന്ന് പറയുന്നത് 150 ഡിഗ്രി. ചെയ്യാൻ നേരത്ത് 150 ഡിഗ്രി. അപ്പോൾ 150 ഡിഗ്രിയിൽ ഒരു പോയിന്റ്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് 90 ഓക്കെ, അപ്പോൾ അതിപ്പോൾ വരയ്ക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഓക്കെ, ഇതെത്രയാണ്? θO 120 ഡിഗ്രി. ഓക്കെ, ഇതെത്രയാണ്? θD എത്ര? 30 ഡിഗ്രി. ഇനിയിപ്പോൾ അടുത്തെന്താണ്? 90 ഡിഗ്രി. ഒന്നുമേ തിരിയല, ഇവിടെയാണെന്ന് തോന്നുന്നു. ഇത് θR എത്ര? 90 ഡിഗ്രി. ഇനിയിപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് പോലെ തന്നെ ഇനിയിപ്പോൾ അടുത്ത് പിന്നെയും ഇവിടെ വെക്കുന്നു. എത്രയാണ് എടുക്കുന്നു? ആംഗിൾ മെഷർ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. 120 ഡിഗ്രീനെ 20 ഡിഗ്രി വെച്ച് ചെയ്യുക. അപ്പോൾ 2, 4, 6, 8, 10, 12. ഓക്കെ, ഇനിയിപ്പോൾ ഇത് വേണ്ട. ഇനിയിപ്പോൾ 90 ഡിഗ്രീനെ എത്ര കൊണ്ട് ചെയ്യണം? 90 ഡിഗ്രീനെ 6 ഈക്വൽ പാർട്സ് ആക്കണമെങ്കിൽ ഡൗട്ടൊന്നും വേണ്ട, ജസ്റ്റ് 90 അടിക്കുക, 90 അടിക്കുക, /6 അടിക്കുക. അപ്പോൾ എത്ര വരും? 15. അപ്പോൾ ഓരോ 15 ഡിഗ്രി വെച്ച് വേണം അടിക്കാൻ. അപ്പം ഇവിടുന്ന് 1, ഇത് 15, 15, 30, 45. ഓക്കെ, 45, 50, 60, 70, 75, 75, 90. ഓക്കെ, അപ്പോൾ ഇതും ഡിവൈഡ് ചെയ്തു. ഇനിയിപ്പോൾ എന്താണെന്ന് ചെയ്യുക? കറക്റ്റ് ബേസ് സർക്കിളിൽ മാർക്ക് ചെയ്യുക. ബേസ് സർക്കിളിൽ മാർക്ക് ചെയ്യുക. ബേസ് സർക്കിൾ എന്ന് പറയുമ്പോൾ ഇതാണ്. ബേസ് സർക്കിൾ എന്ന് പറയുമ്പോൾ ഇതാണ്. ബേസ് സർക്കിൾ എന്ന് പറയുമ്പോൾ ഇതാണ്.
ബേസ് സർക്കിൾ എന്ന് പറയുമ്പോൾ ഇതാണ്, ബേസ് സർക്കിൾ എന്ന് പറയുമ്പോൾ ഇതാണ്. ഓക്കെ, ഇതാണ്. അപ്പോൾ ഈ പോയിന്റ് ഇത്ര മാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ അതുപോലെ ഇത് അങ്ങനെ മാർക്ക് ചെയ്യുക. ഇതാണ് കണ്ണിൻ്റെ ഡീല് വെച്ച് പടക്കം കൊടുക്കുന്ന മാർക്ക് ചെയ്ത് വിട്ടേക്കാം. നമ്മൾ സ്കിപ്പ് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ എന്തോന്ന് വേണം? നേരെ കയറ്റി വരയ്ക്കാവോ? പാടില്ല. ഇത് ടാൻജൻഷ്യലാണ്. കാരണം ഓഫ്സെറ്റ് ഉണ്ട്. ഓഫ്സെറ്റ് എന്ന് പറയുമ്പോൾ ടാൻജൻഷ്യൽ എന്ന് പറഞ്ഞ് വരണം. അപ്പോൾ ഞാൻ ഈ ഒരു പോയിന്റ് എടുത്തു. ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ സർക്കിളിൻ്റെ ഒരു പോയിന്റിൽ ടച്ച് ആകുന്ന പോലെ, പോയിന്റ് ടച്ചിങ് വരുന്ന പോലെ ലൈൻ ഇങ്ങനെ വരച്ചു. ഇതൊക്കെ ലൈറ്റായിട്ട് വരയ്ക്കേണ്ട സാധനങ്ങളാണ്. എന്നിട്ട് അവസാനം ഇത് മായ്ച്ച് കളയണം. ഓക്കെ, ഓക്കെ. എടുക്കുന്ന വരെ മാറിപ്പോകല്. ചിലപ്പോൾ ഒരു ടെൻഡൻസി വരും, പെട്ടെന്ന് ഇവിടെ കയറ്റി വെച്ചിട്ട് ചിലപ്പോൾ വരച്ചു പോകും നമ്മൾ. ടാൻജൻഷ്യൽ കറക്റ്റായിട്ടിരുന്ന നമ്മൾ ആ ഡ്വെല്ല് തമ്മിൽ ചേർത്ത് വരയ്ക്കത്തില്ലേ, അതും റേഡിയസിൻ്റെ അവിടെ വെച്ചിട്ട് വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വരും. വ്യത്യാസമൊന്നുമില്ല. ടാൻജൻഷ്യൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കയറി പോകാതെ കറക്റ്റായിട്ട് ഈ വരയ്ക്കുന്നെല്ലാം ശ്രദ്ധിച്ച് വരയ്ക്കുക, അത്രേ ഉള്ളൂ. ശരി, അപ്പം അതങ്ങനെ വരച്ചു. അപ്പം ഇങ്ങനെയായ സംഭവം. ഇനിയിപ്പോൾ പേര് കൊടുത്തേക്കാം അല്ലേ? U0 1 2 3 4 5 6. ഓക്കെ, അടുത്ത 0 1 2 3 4 5 6. പേര് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പോയിന്റ് എടുത്ത് മാർക്കാൻ നേരത്ത് തെറ്റാതെ മാർക്ക് ചെയ്യും. ഇനിയിപ്പം കോമ്പസ് എടുക്കുക, ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരിക. ആദ്യം തീറ്റ O ആണ്. തീറ്റ O എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് എടുക്കുക. ഇതിനെ എടുത്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. കറക്റ്റ്. ഇതിപ്പോൾ പ്രൈം സർക്കിളിൽ വെച്ച് വേണം വരയ്ക്കാൻ. നൈഫ് എഡ്ജ് ഫോളോവർ ആയതുകൊണ്ട് രണ്ടും ഒന്നാണ്. ഓക്കെ, അപ്പം ഈ ഒരു പോയിന്റ് കിട്ടി. ഇതാണ് എന്തോന്ന് 1'. ഇനിയിപ്പോൾ അടുത്ത 2 എന്ന് പറഞ്ഞ പോയിന്റ്, 2' എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു. ഓക്കെ, 2 കൊണ്ട് വെച്ചിട്ട് ഇത് വരച്ചു. ഇതാണ് എന്താണ് ഈ കിട്ടിയ പോയിന്റാണ് എന്താണ് 2'. ഓക്കെ, 4. ഓക്കെ, 5. 6 എന്ന് പറയുമ്പോൾ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് സ്ട്രോക്ക് 3 സെൻറ്റിമീറ്റർ വരും. ഇത് 3 സെൻറ്റിമീറ്റർ ആണ്. തൊട്ടിപ്പുറത്തെ 0 3 സെൻറ്റിമീറ്റർ ആണ്. ഇതിന് ഒരുമിച്ച് ഡ്വെല്ല് വരയ്ക്കണമെങ്കിൽ സെൻറ്ററിൽ വെക്കുക, ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇതെടുക്കുക. അപ്പം ഇതും കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ നമുക്ക് ഡ്വെല്ല് വരയ്ക്കാൻ പറ്റും, സ്മൂത്തായിട്ട് വരയ്ക്കണം. ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് ചുമ്മാ കൈകൊണ്ട് തന്നെ വരയ്ക്കാമായിരിക്കും, പക്ഷെ വലിയ നീളത്തിലൊക്കെ വരയ്ക്കും. അത് ഡെമോയ്ക്കകത്തുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് മറ്റേത് വരച്ചു. ഇനി അടുത്ത വരയ്ക്കുമ്പോൾ തെറ്റിപ്പോകരുത് കേട്ടോ. ഇത് കയറ്റി ഇങ്ങനെ മാറ്റി വരച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മൊത്തം വായിക്കേണ്ടി വരും. ഇവിടെ വെച്ച് നമ്മളിത് വരച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഒന്നി കുത്തിയിട്ടാണ് ഒന്നിൻ്റേത് എടുക്കേണ്ടത്. അടുത്തത് 2'ൻ്റേത് 2 കുത്തി വേണം എടുക്കാൻ. 2 കുത്തി വേണം എടുക്കാൻ. 3'ൻ്റേത് 3ൻ്റെ 3'ൻ്റേത് 3 കുത്തി വേണം എടുക്കാൻ. 3 കുത്തി വേണം എടുക്കാൻ. 4'ൻ്റേത് 4 കുത്തി വേണം എടുക്കാൻ. പിരിഞ്ഞതാ 5ൻ്റെ 5'.
ഈ അവസാനത്തൊക്കെ എടുക്കാൻ ഭയങ്കര പാടാണെങ്കിൽ ജസ്റ്റ് സ്കെയിൽ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുക. ഓക്കെ, 0.2 എന്നുള്ള രീതിയിൽ എടുക്കുക. അപ്പോൾ അങ്ങനെ കിട്ടി. ഇനിയിപ്പോൾ എന്തോന്നാണ്, ഇനിയിപ്പം അതിൻ്റെ നെയിമിങ് കൂടെ കൊടുത്തേക്കാം അല്ലേ. ഈ പോയിൻ്റ് എന്നൊന്ന് 3', ഈ പോയിൻ്റ് എന്നൊന്ന് 4', ഈ പോയിൻ്റ് എന്നൊന്ന് 5', ഈ പോയിൻ്റ് എന്നൊന്ന് 6', ഇത് 0, ഇത് 1', 2', 3', 4', 5', ഇത് 6'. അപ്പം എല്ലാത്തിൻ്റെ ഇത് കിട്ടി. ഇനിയിപ്പോൾ എന്താണെന്ന് ചെയ്താൽ മതി, സ്മൂത്തായിട്ട് അങ്ങോട്ടൊരെണ്ണം വരച്ച് വിട്ടാൽ മതി. അപ്പം ഇതിൽ തുടങ്ങി ഇങ്ങനെ കയറി 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 ഇങ്ങനെ കയറി. ഇതിപ്പോൾ നമ്മളൊരു 8 ഈക്വൽ പാർട്സ് ആക്കിയിരുന്നെങ്കിൽ ഇതിനേക്കാളും സൂപ്പറായിട്ട് അതൊരു വളമൊക്കെ കറക്റ്റായിട്ട് വന്നേ. വളയ്ക്കും. സ്മൂത്ത് കർവാക്കി വിടുക. സ്മൂത്ത് കർവാക്കി വിട്ടു. ഇനിയിപ്പം ഈ ഒരു സംഭവം കൂടെ കറക്കി വിട്ടേക്കുക. ഹൈലൈറ്റ്. ഓക്കെ, അത് മാറ്റി. എന്നിട്ട് ഇതിനൊക്കെ ജസ്റ്റ് ഒന്ന് മായ്ച്ചു വിട്ടേക്കുക. അപ്പോൾ എന്തോന്നായി, ക്യാം പ്രൊഫൈൽ റെഡിയായി. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ എന്നോട് RPO എന്ന് പറഞ്ഞ് തന്നിട്ടില്ല. ഇത് ആക്ച്വലി വെറുതെ തന്നിരിക്കുന്നതാണ്. വെറുതെ എന്ന് വെച്ചാൽ ഇപ്പം എന്തെങ്കിലും മാക്സിമം വെലോസിറ്റിയോ മാക്സിമം അക്സലറേഷനോ അറ്റ് ഔട്ട് സ്ട്രോക്ക് അല്ലെങ്കിൽ റിട്ടേൺ സ്ട്രോക്ക് വല്ലതും ചോദിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ മെയിനായിട്ട് ആ കേസിൽ അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കായിരുന്നു. ഇതിപ്പോൾ ജസ്റ്റ് ക്വസ്റ്റ്യനിൽ വെറുതെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് മോഡ്യൂൾ ഇത്രയേ ഉള്ളൂ. സെക്കൻഡ് മോഡ്യൂളിൽ നിന്ന് ഇത്രയേ ഉള്ളൂ. നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്യുക. വരച്ച് പഠിച്ചാലേ ഇത് സെറ്റായിട്ട് സ്പീഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ശരി. ഇനിയിപ്പോൾ അടുത്തത് എന്തോന്നാണ്, അടുത്തത് നമുക്ക് നോക്കാം. ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് 11, 12. 11ാമത്തത് എന്തോന്നാണ്, ഇൻവെർഷൻ ആ 4 ബാർ കൊമ്പൻ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എഴുതി വെച്ചാൽ 10 മാർക്ക്. പിന്നെ ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ അത് നമ്മൾ വരയ്ക്കാൻ പഠിച്ചാണ്, വരച്ചാൽ മതി, അത് കിട്ടും, ജസ്റ്റ് 4 മാർക്ക്. ഇനി മറ്റേ ഓർ ബി ആണെങ്കിലും ആംഗുലർ വെലോസിറ്റി, ആംഗുലർ അക്സലറേഷനും, ഇനിയിപ്പോൾ ഇതൊന്നും അറിയത്തില്ലെങ്കിൽ 4 മാർക്കിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജും ട്രാൻസ്മിഷൻ ആംഗിളും അത് നമ്മൾ തിയറി പാർട്ടിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ശരി. ഇനിയിപ്പോൾ എന്താണെന്നാണ് മോഡൽ 1ൻ്റെ ചോദ്യം ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. മോഡൽ 1ൻ്റെ ചോദ്യം എന്ന് പറയുന്നത് 11B ആണ്. ഓക്കെ, 11B. 11B എന്താണ് ചോദിച്ചിരിക്കുന്നത്, എഞ്ചിൻ നമുക്ക് ക്രാങ്ക്, ഇതൊരു സ്ലൈഡർ ക്രാങ്കിൻ്റെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ രീതിയിൽ വരയ്ക്കാം. എന്നിട്ട് ക്രാങ്ക് എന്ന് പറയുന്നത് CB, എൻജിൻ മെക്കാനിസം വിത്ത് ക്രാങ്ക് CB, കണക്റ്റിംഗ് റോഡ് BA. അപ്പം ഇതാണ് A, ഇതാണ് B, ഇതാണ് C. ഓക്കെ അല്ലേ. അപ്പോൾ CB എന്ന് പറയുന്നത് 100 mm ആണെന്ന് പറഞ്ഞു. ഓക്കെ, റൊട്ടേറ്റ്സ് കൗണ്ടർ ക്ലോക്ക് വൈസ് അറ്റ് എ സ്പീഡ് ഓഫ് 75 radian/second. അതായത് ഡയറക്റ്റ് ആയിട്ട് ഒമേഗ = 75 radian/second എന്ന് പറഞ്ഞ് ഡയറക്റ്റ് തന്നിരിക്കുന്നു. കണക്റ്റിംഗ് റോഡ് AB 300 mm ആണ്. ഓക്കെ, BCA എന്ന് പറയുന്നത് എത്രയാണ്, ക്രാങ്ക് ആംഗിൾ എത്ര തന്നിട്ടുണ്ട്, 120 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ വരയ്ക്കാമല്ലോ സൂപ്പറായിട്ട്. ഫ്രം ഇന്നർ ഡെഡ് സെൻറ്റർ, അതായത് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ അകത്തെ ഭാഗം ഇന്നർ ഡെഡ് സെൻറ്ററും പുറത്തെ ഭാഗം ഔട്ടർ ഡെഡ് സെൻറ്ററും. ഓക്കെ, ഇനി പിന്നെ തന്നെ ലൊക്കേറ്റ് ഓൾ ദ ഐ സെൻറ്റേഴ്സ് ഓഫ് ദിസ് മെക്കാനിസം. ഐ സെൻറ്ററുകൾ കണ്ടുപിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം I13യും മറ്റേ I24ഉം കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പണി തീർന്നു 4 മാർക്കിന്. ബാക്കി അവരൊന്നും കണ്ടുപിടിക്കാൻ ചോദില്ല. എൻജിൻ മെക്കാനിസം വിത്ത് ക്രാങ്ക് CB 100 mm, റൊട്ടേറ്റ്സ് കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റേ സ്പീഡ് എടുക്കാനായിട്ട് കണക്റ്റിംഗ് റോഡ് ഓഫ് BA 300 ആംഗിൾ BCA = 120 ഡിഗ്രിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ലൊക്കേറ്റ് ഓൾ ദ ഐ സെൻറ്റേഴ്സ് ഓഫ് ദിസ് മെക്കാനിസം അത്രേ ചോദിച്ചിട്ടുള്ളൂ. ഇന്ന ലിങ്ക് കണ്ടുപിടിക്കുക, ഇന്ന പോയിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കുക, പിസ്റ്റൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കുക, കണക്റ്റിംഗ് റോഡിൻ്റെ ഒമേഗ കണ്ടുപിടിക്കുക, അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല.
ലൊക്കേറ്റ് ഓൾ ദ ഐ സെൻറ്റേഴ്സ് ഓഫ് ദിസ് മെക്കാനിസം. അതുകൊണ്ടാണ് ജസ്റ്റ് 4 മാർക്കിന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്തോന്ന് ചെയ്യുക, കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കുക. കോൺഫിഗറേഷൻ ഡയഗ്രാം നിങ്ങൾ ആ കൊമ്പം ക്വസ്റ്റ്യൻ 3 നോക്കിക്കൊണ്ട് പോയി തന്നെ സെറ്റാണ് കേട്ടോ. സ്കെയിൽ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര വരും ഇവിടെ? 300 mm അല്ലേ? അപ്പം 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 100 mm ആയിട്ട് എടുക്കാം. പോരെ? മതി. അല്ല, അത് ഒരുപാട് ഇതായിപ്പോൾ 50 mm ആയിട്ട് എടുക്കാം. അപ്പോൾ 2ഉം 6ഉം ഉള്ള രീതിയിൽ വരും. ഓക്കെ, 50 mm. ശരി, ഇനിയിപ്പോൾ എന്തോന്ന് ചെയ്യാം, ഇങ്ങനെ വെച്ചു. ഇൻസുലിൻ സെൻറ്റർ അല്ല, അപ്പോൾ വേറെ ഒന്നും വരയ്ക്കേണ്ടി വരത്തില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് അങ്ങനെ ഒന്ന് കൊടുക്കാം, കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ ഈ പോയിൻ്റ് ഇങ്ങനെ എടുത്തു. ഈ പോയിൻ്റ് വെച്ചിട്ട് എത്ര എടുക്കണം? 120 ഡിഗ്രിയാണ് കൊടുക്കേണ്ടത് അല്ലേ? അപ്പോൾ ഈ പോയിൻ്റ് വേണ്ടടേ, ഈ പോയിൻ്റ് വെക്കാം 120 ഡിഗ്രി. 120 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇവിടെയായിട്ട് വരും. ഓക്കെ, ഇനിയിപ്പോൾ എന്താണിത്? 100 mm. അപ്പോൾ 100 ഡിവൈഡഡ് ബൈ 50 ചെയ്യുമ്പോൾ 2 വരത്തില്ലേ? അപ്പം അതാണ് എന്തോന്ന് സെൻറ്റിമീറ്റർ. അപ്പോൾ 2 സെൻറ്റിമീറ്റർ അടുത്ത് വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ, ഓക്കെ. ഇപ്പം ഇതിനെ ബി എന്നാണ് എടുത്തിരിക്കുന്നത്, പിന്നെ സി എന്ന് എടുത്തു. ഇത് 120 ഡിഗ്രി, ഇതെത്ര? 100 mm. ഇവിടെ ഒരു ഒമേഗ ഉണ്ട്. ഇനി അടുത്തത് ഇവിടെ വെച്ചൊരു 300 mm. അപ്പോൾ 300 ഡിവൈഡ് ബൈ 50 ചെയ്യുമ്പം 6 വരും. അപ്പം ഓക്കെ, ഇതാണ് എന്തോന്ന് എ. ഇവിടെ മറ്റേ ഒരു ചെറിയ സ്ലൈഡർ പോലെ ചെറുതായിട്ടൊന്ന് വരച്ചേക്കാം. ഓക്കെ, ഓക്കെ. ഇതെത്രയായിരുന്നു? 300 mm. കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒമേഗ സി ബി എന്ന് പറയുന്നത് എത്രയാണ്? 75 റേഡിയൻ പെർ സെക്കൻഡാണ്. ഇവർ ചോദിച്ചിരിക്കുന്നതാണ് ഇൻസെൻറ്റീനിയർ സെൻറ്റർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം n ഈക്വൽ ടു എത്ര വരും? ഇതിനകത്ത് n ഈക്വൽ ടു 1, ഇത് 2, ഇത് 3, ഇത് 4. ഓക്കെ, 4 എണ്ണമാണ് ഉള്ളത്. അപ്പം n ഈക്വൽ ടു 4 ആണെങ്കിൽ അത് നമ്മൾ എങ്ങനെ എഴുതണം? നമ്പർ ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ എന്ന് പറഞ്ഞ് നമ്മൾ നോക്കാൻ പോവാം. n ഈക്വൽ ടു 4. ഇക്വേഷൻ എന്നാണ്? n × n-1/2. അപ്പം n ന് 4 കൊടുത്തു കഴിയുമ്പം n ഈക്വൽ ടു 6 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പം നെയിമിങ് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ. അപ്പോൾ 1, 2, 3, 4 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നു. 2, 3, 1, 2, 2, 3, 3, 4 കൊടുക്കുന്നു. 1, 3 കൊടുക്കുന്നു. 2, 4 കൊടുക്കുന്നു. 1, 4 കൊടുക്കുന്നു. അപ്പം 1ഉം 2ഉം കൂടെ ഉള്ളത് ഈ പോയിൻ്റാണ് എന്തോന്ന്? I12. 2ഉം 3ഉം കൂടെ ഉള്ളതാണ് I23. നമ്മളെപ്പോഴും ചെറുത് എഴുതിയിട്ടേ വലുത് എഴുതത്തുള്ളൂ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് മോഡ്യൂളിൽ. ഓക്കെ, I34. ഓക്കെ, എന്നിട്ട് താഴെയുള്ളത് I14. ഓക്കെ, അപ്പം ഈ സ്ലൈഡർ ടാങ്കിൻ്റെ കേസിൽ ഈ I14 എന്ന് പറയുന്ന സാധനം ഇൻഫിനിറ്റിയിൽ പറക്കും. ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ കറക്റ്റ് പെർപെൻഡിക്കുലറാണ്. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങനെ ആയിരിക്കും വരുന്നത്, അതറിയാമല്ലോ. ശരി, ഇനിയിപ്പം 1, 2 ഉണ്ടോ? ഉണ്ട്. 2, 3 ഉണ്ടോ? ഉണ്ട്. 3, 4 ഉണ്ടോ? ഉണ്ട്. പിന്നെ 1, 4 ഉണ്ടോ? ഉണ്ട്. 1, 3, 2, 4 ആണ് ഇല്ലാതെ. അപ്പോൾ നമ്മളതെങ്ങനെ കണ്ടുപിടിക്കും? അറൺഹോൾഡ് കെനഡീസ് തിയറം വെച്ച് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സർക്കിൾ വരച്ചു, ഇതിനിങ്ങനെ എടുത്തു. ഓക്കെ, ഇനിയിപ്പം 1, 2, 3, 4 ഇതേപോലെ എടുത്തു. എന്നിട്ട് 1ഉം 3ഉം കൂടെ ജോയിൻ ചെയ്തു. അതിലെ കണ്ടുപിടിക്കാൻ പോകുന്ന ആദ്യത്തെ 1ഉം 2ഉം ഉള്ള പോയിൻ്റ് ഏതാണ്? ഇത്. ഓക്കെ, ഇനി അടുത്തത് 2, 3 ഉള്ള പോയിൻ്റ് ഏതാണ്? ഇത്. അപ്പോൾ ഇതിനെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. പുരിഞ്ഞതാ? മനസ്സിലാകുന്നുണ്ടോ?
ഇങ്ങോട്ടേക്കും വരാം. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇനിയിപ്പോൾ അടുത്തത് ഇത് ഈ സർക്കിൾ കഴിഞ്ഞു, അല്ല ഈ ഒരു ട്രയാങ്കിൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ 1 4 3 4. 1 4 എന്ന് പറയുന്നത് ഇത് പെർപെൻഡിക്കുലറിൽ കിടക്കുക. 3 4 എന്ന് പറയുന്നത് ഇവിടെ. അപ്പം ഇതിൻ്റെ അകത്ത് അങ്ങോട്ടേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ച് പെർപെൻഡിക്കുലർ നോക്കണം. ഓക്കെ, ഈ പോയിൻ്റാണ് എന്തോന്ന്, ഈ പോയിൻ്റാണ് I13. ഓക്കെ, ഈ പോയിൻ്റാണ് I13. അപ്പം ഇതിനെയും കൂടെ ജസ്റ്റ് ഈ പോയിന്റിനെയും കൂടെ ജസ്റ്റ് എന്തോന്ന് ചെയ്യുക, കൂട്ടിമുട്ടിക്കാതെ. അതുപോലെ തന്നെ ഇതിനെയും കൂടെ കൂട്ടിമുട്ടിക്കുക. ഇതാണ് എന്തോന്ന് I13 എന്ന് പറഞ്ഞ പോയിന്റ്. ഈ പോയിന്റാണ് എന്തോന്ന് I13 എന്ന് പറഞ്ഞ പോയിന്റ്. ശരി, ഇനിയിപ്പോൾ അടുത്തത്, അപ്പോൾ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് 2 4 കണ്ടുപിടിക്കണം. അപ്പോൾ അതിനൊരെണ്ണം വരച്ചു, ഇങ്ങനെ വരച്ചു, 1 2 3. ഇപ്പോൾ ഇതിന് കൊടുത്ത പോലെ അതേപോലെ കൊടുത്തു. 2 4. അപ്പോൾ 1 2 3 3 4. 2 3 ഇത്, 3 4 ഇത്. ഇതിനെന്തോന്ന് ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇതിനി അവിടെ പോയി പോകുന്നുണ്ട്. 2 3 3 4 അല്ലേ? ശരി, അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി 1 4 1 2 1 2 ഇത്. 1 4 എന്നും പറയുന്നത് എവിടെ പോവും, ഇവിടെ നിന്ന് പെർപെൻഡിക്കുലറിൽ പോകും. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. പെർപെൻഡിക്കുലർ പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരും. അപ്പം ഈ I12 എന്ന് പറഞ്ഞ പോയിന്റ് വെച്ചിട്ട് ഒരു പെർപെൻഡിക്കുലറിന് ഒരു ലൈൻ ഓഫ് ആക്ഷൻ കൊടുക്കുക. ഓക്കെ, അപ്പം ഈ ലൈൻ പോകുന്നത് ഇവിടെയും ഇത് പെർപെൻഡിക്കുലർ പോകുന്നത് ഇവിടെയും. അപ്പം ഇതാണ് I24. ഓക്കെ, അപ്പം അങ്ങനെ ഇത് I24, അങ്ങനെ ഇത് I13. അങ്ങനെ ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ കണ്ടുപിടിച്ചു. ഓക്കെ, ലൊക്കേറ്റ് ഓൾ ദ ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ I12 ഇവിടെ, I12 ഇവിടെ, I23 ഇവിടെ, I34 ഇവിടെ, അതുപോലെ തന്നെ I14 ഇവിടെ. ഓക്കെ, അപ്പം എല്ലാ ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ 6 എണ്ണം കണ്ടുപിടിച്ചു. 1 2 3 4 5 6. ഓക്കെ, 1 2 3 4 5 6. ഓക്കെ, ശരി. ഇനിയിപ്പം എന്തോന്നാണ്, ഇനിയിപ്പം വെലോസിറ്റി കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെങ്കിൽ മറ്റേ ഇക്വേഷൻ V = R ω ഇട്ട് കൊടുത്തിട്ട് ചെയ്ത് വിട്ടാൽ മതി. ഒരു സൈഡിൽ നിന്ന് തുടങ്ങുക, ഇങ്ങനെ കംപ്ലീറ്റ് ആക്കി വരിക. ഫിക്സഡ് ആയതുകൊണ്ട് അതിൻ്റെ താഴേക്ക് പോകത്തില്ല, അല്ലെങ്കിൽ ആ ഒരു ഇതിനകത്ത് ഇതും വരത്തില്ല, ഏത് വെലോസിറ്റിയും വരത്തില്ല. അപ്പം ഇതിനകത്ത് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ലിങ്ക്, ക്രാങ്ക്, കണക്റ്റിംഗ് റോഡ്, പിന്നെ പിസ്റ്റൻ്റെ ഒരു സംഭവം. അപ്പോൾ 3 എണ്ണത്തിൻ്റെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കും. ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ സപ്പോസ് ചോദിച്ചിരിക്കുമായിരുന്നെങ്കിൽ എത്ര ഒമേഗ വന്നേനെ, 3 ഒമേഗ, അതായത് 3 ലിങ്ക്, CB AB പിന്നെ ഇതിൻ്റെ ഒരു OA എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ OA എന്നുള്ള രീതിയിൽ അതും കൂടെ വന്നേനെ. അങ്ങനെ 3 ഒമേഗ വന്നേനെ. വെലോസിറ്റി എത്ര വന്നേനെ, ഇതും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് B. ഈ പോയിന്റ് വരത്തില്ല, ഇത് ഫിക്സഡ് ആണ്. പിന്നെ ഇതൊന്നും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് A, ഈ ഒരു പോയിന്റും കൂടെ വന്നേനെ. അങ്ങനെ 2 വെലോസിറ്റിയും 3 ഒമേഗ എന്നുള്ള രീതിയിൽ വന്നേനെ. ശരി, അപ്പം ഇതാണ് ഇത്രേ ഉള്ളൂ ഫസ്റ്റ് മോഡ്യൂൾ. ജൂൺ 2024 ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ഇത്രേ ഉള്ളൂ. നമ്മൾ പഠിച്ചതെന്ന് നമുക്ക് ഷുവറായിട്ടും ചെയ്യാൻ പറ്റും. പഠിച്ച കണക്കെല്ലാം ഒന്ന് ചെയ്ത് തന്നെ നോക്കുക, സെൽഫ് സ്റ്റഡി ചെയ്യുക, ഷുവറായിട്ടും ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.